ഉസ്താദ് പറയുന്നതിനെ അനുസരിക്കാനും അത് നമ്മൾക്കുള്ള ജീവിതത്തിൽ പകർത്താൻ സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ഇവിടെ എത്തിയതായ കാര്യശ്ശേരി ഉസ്താദിനും സദർ ഉസ്താദ് മറ്റെല്ലാ പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ ദഫ് കമ്മിറ്റിയുടെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും എല്ലാ ഭാരവാഹികൾക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം അരുളുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സന്നിധരായ എല്ലാ സഹോദരന്മാർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം അരുളിക്കൊണ്ട് ഞാൻ മഹാനായ ഉസ്താദ് അവറുകളെ നസീഹത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ ഉസ്താദുമാരെ,
രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് 50 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകളുടെ പേരിലുള്ള ദഫ്രാത്തീബ് ഈ കാസർഗോഡിൻ്റെയും കർണാടകയുടെയും വിവിധ ഭാഗങ്ങളിൽ എത്രയോ മഹല്ലുകളിൽ നിത്യേന നടന്നു വരുന്ന ഒരു ബറക്കത്തുള്ള മജ്‌ലിസാണ്. അത് 50 വർഷമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാടിന് നിലനിന്ന് കിട്ടിയ വലിയ ഒരു അനുഗ്രഹം കൂടിയാണത്. പല നാടുകളിലും ആളുകൾക്ക് പുരോഗതി കൂടിയപ്പോൾ, പൊതുവെ ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത്, പുരോഗതി കൂടിയപ്പോൾ വഅളും റാത്തീബും കുതുബിയത്തും ഉറൂസും എല്ലാം കഴിവിന്റെ പരമാവധി ചുരുക്കി പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമൂഹം. അതുകൊണ്ട് പുരോഗതിക്ക് വേണ്ടി ആരും ദ്വാരക്കാൻ പറയരുത്, ഒരു ബുദ്ധിമുട്ടാണ്. കാരണം പുരോഗതി കൂടുന്തോറും പടച്ച റബ്ബിനെ മറന്ന പിന്നെ എന്ത് പുരോഗതി? ഏതെങ്കിലും അവന്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ അവന്റെ 2 മക്കള് എവിടെങ്കിലും പോയി കുറച്ച് പച്ചപ്പുണ്ടാകുമ്പോഴേക്ക് അവന് തോന്നുകയാണ് ദുന്യാവ് മൊത്തം എൻ്റെ കയ്യിലായി, പിന്നെ അവന് ദീനുമില്ല, ഇസ്ലാമുമില്ല, ഒന്നുമില്ല. അത്തരത്തിലൊരവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. അപ്പൊ പിന്നെ പുരോഗതിക്ക് ദ്വാരക്കാതിരിക്കലാ നല്ലത്. ഉള്ളത് ആഖിറത്തിലേക്ക് ഉപകരിക്കാൻ വേണ്ടി ഖൈറായ ദ്വാരക്കായിരിക്കും നല്ലത് എന്നിങ്ങനെ തോന്നുക. കാരണം വരുന്ന ഉസ്താദുമാരൊക്കെ ആളുകളുടെ വേവലാദികളും മാവലാദികളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ദ്വാരന്ന് ഏകദേശം അവര് ദുആക്ക് അല്ലാഹു തആല സ്വീകരിച്ചിട്ടൊക്കെ മാറിയപ്പോ പിന്നെ നന്മകൾ കൂടുതൽ കിട്ടിയപ്പോ പിന്നെ ആരെയും കാണാതെ ആയിപ്പോയി. അത് നമ്മുടെ സമൂഹത്തിന് പറ്റുന്ന വലിയൊരു കേടാണ്. ഈ റാത്തീബ് 50 വർഷമായി ഉസ്താദ് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞപ്പോഴേക്കന്നെ അൽഹംദുലില്ലാ എന്നെന്റെ മനസ്സുകൊണ്ട് അറിയാതെ ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷം അത് നിലനിർത്തുന്നതിൽ ഈ നാട്ടുകാർ വഹിച്ച ഒരു പങ്ക്, പൂർവകാലത്ത് എത്രയോ ആളുകൾ അതിന് നേതൃത്വം നൽകി പിരിഞ്ഞുപോയവരുണ്ട്. അതിലേക്ക് സംഭാവന നൽകിയ ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ മൺമറഞ്ഞവരുണ്ട്. അവരുടെ ഹളറത്തിലേക്കൊക്കെ ഈ സദസ്സിന്റെ ബറക്കത്ത് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. സത്യത്തിൽ ഇവിടെ ഇത് നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അവരാണ്. അതിന്റെ 1ാമത്തെ വർഷം മുതൽ വളരെ കണിശമായി ആ മജ്‌ലിസ് നടത്തുന്നതിൽ വേറെ തിരക്കുകളും ഒക്കെ മാറ്റിവെച്ച് നടക്കണം എന്ന തീരുമാനത്തോടെ അവനവന്റെ തിരക്കുകളൊക്കെ കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അവനവന്റെ ആവശ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ദീനിന് മുൻഗണന നൽകിയിട്ട് മുൻപന്തിയിൽ നിന്നവർ, അവർക്ക് എവിടേക്കും പോകാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ദീന് നിലനിൽക്കണം എന്നൊരൊറ്റ ആഗ്രഹത്തോടുകൂടെ ഈ മജ്‌ലിസ് നിലനിർത്തിക്കൊണ്ടുവന്നു.
നമ്മുടെ നാടിനെ ഇത്രയും വലിയ കാവലാക്കി തന്നു. ആമുഖമായി ഞാനൊരു കാര്യം ഉണർത്തട്ടെ. ഇത്തരത്തിലുള്ള നല്ല മജ്‌ലിസുകളൊക്കെ നാട്ടിൽ നിലനിൽക്കുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിശുദ്ധ ദീനിന്റെ തനിമയാർന്ന സ്വഭാവം നിലനിൽക്കുക എന്നതാണ്. നമ്മുടെ നാടുകളിലൊക്കെയുണ്ട് ഹദ്ദാദ് റാത്തിബുൽ ഹദ്ദാദ്, പതിവായി ചൊല്ലുന്ന ഒരുപാട് പുണ്യമേറിയ ദിക്റുകൾ. ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളികളിലൂടെ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ഒരു വലിയ സമൂഹം ആ ദിക്റ് ചൊല്ലിയിട്ട് ആ നാടിന് മൊത്തം അവർ കാവലിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഈ നാട്ടുകാർക്ക് ഒരു ഷർറും വരാതിരിക്കാൻ വേണ്ടി യാ ഖവിയ്യു യാ മതീനു അള്ളാഹുവിന്റെ വലിയ ഇസ്മുകൾ വിളിച്ചുകൊണ്ട് അവർ ദുആർക്കുകയാണ്. ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും തരത്തിൽ അക്രമങ്ങളുമായി വരുന്നുവെങ്കിൽ അവരുടെ അക്രമങ്ങളൊക്കെ നീ തടയണം, അവസാനിപ്പിക്കണം അല്ലാഹ്. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്, ദിക്റുകളാണ് ആ ചൊല്ലുന്നത്. ആ ചൊല്ലുന്നതിലൂടെ വിശുദ്ധ ദീനിന്റെ തനിമയാർന്ന ശൈലി, യഥാർത്ഥത്തിലുള്ള ദീന് നിലനിർത്താൻ വേണ്ടിയാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആ ദിക്റുകളൊക്കെ ചൊല്ലാൻ അന്ന് യമനിലുള്ള ആളുകളോട് പറഞ്ഞത്, പരിസര നാടുകളിൽ, യമനിന്റെ പരിസര നാടുകളിൽ ബിദ്അത്തിന്റെ കക്ഷികൾ കടന്നുകൂടുന്നു എന്നറിഞ്ഞപ്പോൾ മഹാനവർകൾ വല്ലാതെ വിഷമിച്ചുപോയി. 21ാമത്തെ വയസ്സിൽ 2 കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഹദ്ദാദ് റാത്തിബിൽ നമ്മൾ 3ാമത്തെ ഫാത്തിഹ ഓതുന്നത് അവരെ ഹദറത്തിലേക്കാണ്. എല്ലാവരും ഓതാറില്ലേ സ്വാഹിബിർ റാത്തിബിൽ കബീരിൽ ഖുതുബിൽ ശഹീരിൽ ഹബീബ് അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതാറില്ലേ? ആ വലിയ മഹാനുഭാവൻ ചെറിയ പ്രായത്തിൽ തന്നെ 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ദീനിലായി ജനങ്ങളെ ശിക്ഷണം നടത്തുന്നതിൽ ഒരു കുറവും അവർക്കില്ല. ഏറ്റവും അധികം അവർ കിതാബുകൾ എഴുതിയത് സഹോദരങ്ങളെ 2 കാഴ്ചയും നഷ്ടപ്പെട്ട ശേഷമാണ്. ഏറ്റവും അധികം അവിടുത്തേക്ക് ശിഷ്യന്മാർ ഉണ്ടായതും അതിന് ശേഷമാണ്. മഹാനവർകൾ ജനങ്ങൾ വന്ന് അപായം പറഞ്ഞപ്പോൾ പരിസര നാടുകളിൽ മുഴുവനും ബിദ്അത്തുകാർ വരുന്നുണ്ട്. ബിദ്അത്ത് എന്ന് പറയുന്നത് വലിയൊരു വൈറസാണ്. നാട്ടിൽ കൊറോണ ബാധിച്ചതുപോലെ ആകൂല. എങ്ങാനും പിടിപെട്ടാൽ തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. ഏതെങ്കിലും നാട്ടിൽ ബിദ്അത്തുകാർ തനതായ നിലക്ക് ആദർശത്തിലേക്ക് വന്നു എന്ന് നിങ്ങൾ കേൾക്കുന്നത് അപൂർവമാണ്. ഉള്ളവർ ബിദ്അത്തിലേക്ക് പോയി എന്ന് കേൾക്കുന്നത് ഒരുപാട് വാർത്തകൾ ഉണ്ടാകും. എന്തേ കാരണം? പെട്ടുപോയാൽ തിരിച്ചു വരാൻ വലിയ പ്രയാസമുള്ളൊരു വൈറസാണത്. ശാരീരികമായി എന്തെങ്കിലുമൊക്കെ അണുക്കൾ കയറിക്കൂടിയാൽ ഏതെങ്കിലും മരുന്ന് പുരട്ടിയിട്ടോ മറ്റോ അത് ശിഫയാക്കാൻ പറ്റുമെങ്കിൽ ആന്തരിക തലത്തിൽ ബാധിക്കുന്ന വലിയൊരു വൈറസാണ്, വൃത്തികേടാണ് ബിദ്അത്ത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതെങ്കിലും ബിദ്അത്തിനോട് അങ്ങനെ സൗന്ദര്യം തോന്നിപ്പോകുന്നത് വലിയ അപകടകരമാണ്. അവരുടെ മാർഗമാണ് ശരിയെന്നെങ്ങാനും തോന്നിപ്പോയാൽ നമ്മുടെ മനസ്സിലാണ് പിശാച് കുടിയിരുന്നു കൊണ്ട് ഏറ്റവും വലിയ ദുർബോധനം തന്നുകൊണ്ട് നമ്മളെ തെറിപ്പിക്കുന്നത്. ബിദ്അത്തിന്റെ കക്ഷികൾ യമനിന്റെ ഭാഗങ്ങളിൽ വരുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു കാവലിന് എഴുതി കൊടുത്തത് റാത്തിബുൽ ഹദ്ദാദാണ്. തുടക്കം മുതൽ ഫാത്തിഹ ഓതി തുടങ്ങുന്ന ദിക്റുകളില്ലേ, ആ ദിക്റുകൾ അങ്ങനെ എഴുതിയിട്ട് പേടി പറഞ്ഞ ആളുകളെ കൈകളിലേക്ക് കൊടുത്തു. എല്ലാവരോടും ചൊല്ലാൻ പറഞ്ഞു. ഈമാനും ഇഖ്ലാസും ഒക്കെ രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ആ ദിക്റുകൾ പതിവാക്കാൻ പറഞ്ഞു. ഇന്നും നിങ്ങൾ പോയി നോക്കൂ, യമനിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഭാഗങ്ങളിലും ബിദ്അത്തുകാർക്ക് അവിടെ യാതൊരു സ്വാധീനവും ഇല്ല. യമനിലെ പല പള്ളികളിലും ഹദ്ദാദ് റാത്തീബ് നടക്കുന്നുണ്ട്. ആ ഹദ്ദാദ് റാത്തീബിൽ നമ്മുടെ നാട്ടിൽ ചൊല്ലും പോലെ തഹ്ലീൽ ചുരുക്കിയല്ല ചൊല്ലുന്നത്.
1000 തഹ്ലീൽ നിത്യേന ചൊല്ലുന്ന പള്ളിയും യമനിൽ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, തഹ്ലീലിന്റെ അക്മലായ എണ്ണമാണ് 1000. അതില്ലെങ്കിൽ മഹാനവറുകൾ പറഞ്ഞു 100, അതും ഇല്ലെങ്കിൽ 50 എന്ന് പറഞ്ഞു. അങ്ങനെ പതിവാക്കുന്ന ദിക്റുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാനും ഇസ്ലാമും രക്ഷപ്പെടുത്താനുള്ള നല്ലൊരു മാർഗമാണത്. ഈ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള റാത്തീബും ചിലയിടങ്ങളിൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിലുള്ള റാത്തീബും ഒക്കെ അതിനു വേണ്ടിയാണ് നമ്മുടെ കാരണവന്മാർ സ്ഥാപിച്ചത്. അതൊരു ചെറിയ കാര്യമായി കാണരുത് എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പങ്കെടുക്കുന്നവർ സ്ഥിര സാന്നിധ്യം അറിയിക്കുകയും മാസാന്തം നടക്കുന്ന മജ്‌ലിസുകളിൽ സ്ഥിരമായി സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ആ സദസ്സ് നിലനിർത്തുന്നതിൽ വലിയ പരിഗണന നമുക്ക് ഉണ്ടാവുകയും വേണം. സഹോദരങ്ങളെ, ഇതൊക്കെ നിർത്തിപ്പോകുമ്പോഴാണ്, കാലഹരണപ്പെട്ടു പോകുമ്പോഴാണ് നാടുകളിൽ ഫിത്നയും ഫസാദും വിശ്വാസരാഹിത്യവും മറ്റു പലതും കടന്നുകൂടുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള അവസ്ഥകൾ ആലോചിക്കാൻ വയ്യ. നമ്മുടെ പരമ്പരകൾ, സന്താന പരമ്പരകൾ ദീനിയായ നിലക്ക് അവര് ജീവിച്ചു പോകണം. യഥാർത്ഥ വിശ്വാസത്തിലും സംസ്കാരത്തിലുമായിട്ട് അവർ കഴിഞ്ഞുകൂടണം എന്ന ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് അത്തരത്തിലുള്ള മജ്‌ലിസുകളൊക്കെ സജീവമാക്കണം. ദിക്റിന്റെ മജ്‌ലിസ്, സ്വലാത്തിന്റെ മജ്‌ലിസ്, അതൊക്കെ പള്ളിയിൽ വെച്ച് നടക്കുമ്പോ നമ്മുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കണം. മറ്റു ശുഗലുകളിൽ നിന്ന് ഒഴിവായി സ്ഥിരമായി നമ്മളതിൽ സംബന്ധിക്കുന്നവരാകണം. സ്ഥിരമായി അത്തരത്തിലുള്ള മജ്‌ലിസുകളിൽ വരുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ കാവൽ നൽകുന്നത് നമ്മുടെ ഈമാനിനാണ്. ഈമാനികമായിട്ടുള്ള ആ കാവലാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിലനിൽപ്പ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല മജ്‌ലിസുകൾക്ക് ഒന്നും ഭംഗം വരുത്താതെ, കുറവ് വരുത്താതെ നല്ല ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് വളരെ അധികം മഹത്വമുള്ള ഒരു സൂറത്ത്, എല്ലാവർക്കും പരിചയമുള്ള, കുട്ടികൾക്കടക്കം ഓർമ്മയുള്ള സൂറത്തുൽ ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതിന്റെ ഒരു ചെറിയ വിശദീകരണം നൽകലാണ് നമ്മുടെ ലക്ഷ്യം. ഖുർആനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന മനസ്സോടെ, നല്ല നിയ്യത്തോടെ നമ്മുടെ ഈ സമയം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ടതല്ലേ ഖുർആൻ. പക്ഷേ ഖുർആനിൽ നിന്ന് ഈ രണ്ട് സൂറത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, രണ്ടും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറ്റു സൂറത്തുകളൊക്കെ ഓരോന്നും ഓരോ സമയത്താണ് ഇറങ്ങിയത്. ചെറിയ സൂറത്തുകളൊക്കെ ഓരോന്നും ഓരോ സമയത്താണ് ഇറങ്ങിയത്. ഈ രണ്ട് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും രണ്ടും ഒരുമിച്ചാണ് അല്ലാഹു ഇറക്കി കൊടുത്തത്. രണ്ട് സൂറത്തുകൾ തന്നെയാണ്. രണ്ടും വലിയ കാവലിനുള്ള സൂറത്താണ്. ഒരു ദിവസം തന്നെ 5 നിസ്കാരത്തിന്റെ ശേഷവും ഓതൽ സുന്നത്തുള്ള സൂറത്തുകളിൽപ്പെട്ട സൂറത്താണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതൽ സുന്നത്തുണ്ട്. ഒരു ദിവസം 200 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതൽ സുന്നത്തുണ്ട്. എന്റെ വക ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ കരുതരുത്. ഷെയ്ഖ് സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മഅബരി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇഖ്ലാസ് സൂറത്ത് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എല്ലാ ദിവസവും 200 തവണ പതിവാക്കുന്നത് സുന്നത്താണ്. അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകും. സ്വഹാബിമാരെ കൂട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ
ആ സ്വഹാബിയുടെ മരണം അറിയിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പം മദീനയിലില്ല. മദീനത്തുനിന്ന് കുറച്ച് മാറി കുറച്ച് ദൂരം അകലെ സ്വഹാബത്തിനോടൊപ്പം ഒരാവശ്യത്തിന് പോയതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, മദീനയിൽ ജീവിക്കുന്ന തങ്ങളോടൊപ്പം വന്നിട്ടില്ലാത്ത മുആവിയത്ത് ബിനു മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. മുആവിയത്ത് ബിനു മുആവിയ, മകന്റെ പേരും മുആവിയയാണ്, വാപ്പാന്റെ പേരും മുആവിയയാണ്. മുആവിയത്ത് ബിനു മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വഫാത്തായിട്ടുണ്ട്. വാനലോകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, വാനലോകത്തുള്ള മലക്കുകൾക്കൊക്കെ ആ സ്വഹാബിയെ നല്ല പരിചയമുണ്ടോ? ഉണ്ട് നബിയേ. സ്വഹാബിമാരെ കൂട്ടത്തിൽ മുആവിയത്ത് ബിനു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആകാശലോകത്തുള്ള മലക്കുകൾക്കൊക്കെ അറിയാം. എങ്ങനെയാ സഹോദരങ്ങളെ അറിഞ്ഞത്? ദുനിയാവിൽ വലിയ തറവാട്ടുകാരനായതുകൊണ്ടാണോ? അല്ല. വലിയ സമ്പന്നനായതുകൊണ്ടാണോ? അല്ല. മുആവിയത്ത് ബിനു മുആവിയ റളിയല്ലാഹു അൻഹു നിങ്ങളെ സ്വഹാബിമാരെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന ആളായിരുന്നു നബിയേ. കൂടുതൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എല്ലാ ദിവസവും ഓതുന്ന സ്വഹാബിയാണത്. അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് മുഴുവനും ആ സ്വഹാബിയെ പരിചയമുണ്ട്. ലക്ഷക്കണക്കിന് മലക്കുകൾ ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തങ്ങൾക്ക് ആ സ്വഹാബിയുടെ ജനാസ നിസ്കരിക്കണമോ? മദീന ഒന്നിങ്ങോട്ട് ചുരുട്ടിത്തരാം നബിയേ. ഇവിടെ വെച്ച് നിസ്കാരത്തിന് നേതൃത്വം നൽകാം. ഞാൻ പറഞ്ഞു വന്നത്, വാനലോകത്തിരിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ ഭൂമിയിൽ താമസിക്കുന്ന ഈ ഒരു സ്വഹാബിയുടെ മേൽവിലാസവും ആ ഒരു സ്വഹാബിയോട് ആത്മബന്ധവും ആ സ്വഹാബിയോടൊരു പരിചയവും എങ്ങനെ സ്ഥാപിച്ചു? അതെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് അത് നന്നായി ഓതി അധികരിച്ച് ഓതിയപ്പോ മലക്കുകളൊക്കെ ആ സ്വഹാബിയെ അറിയുകയും പരിചയം സ്ഥാപിക്കുകയും പരിചയം നിലനിർത്തുകയും വഫാത്തിന് ശേഷവും അത്ര മലക്കുകൾ വന്ന് നിസ്കരിക്കാൻ പങ്കെടുക്കുകയും ചെയ്തെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 5 വക്ത് നിസ്കാരം നിർവഹിക്കാറില്ലേ? ആ നിസ്കാരത്തിന്റെ ശേഷം ഓതൽ സുന്നത്താക്കിയ സൂറത്തുകളിൽപ്പെട്ട സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അല്ലാതെയും ഓതൽ സുന്നത്തുണ്ടോ? ഉണ്ട്. വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ആണ്. വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ്, മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി. അങ്ങനെയല്ല ഇവിടെ പറയല്. അതിന് മഗ്രിബിന് ഓതൽ സുന്നത്തുള്ളത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അതിന്റെ നേരെ പിറ്റേന്ന് അഥവാ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി ആ മഗ്രിബിന് ഓതൽ സുന്നത്തുള്ളത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതാണ് സുന്നത്തുള്ളത്. അത് സുന്നത്ത് എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ഓതാൻ പാടില്ല. വേറെ അവിടെ അൽബക്രി ഒന്നും ഓതാൻ പാടില്ല. അതെന്നെ ഓതണം. ഇതിനെ സുന്നത്താക്കി അതെന്നെ ഓതണം. അത് എത്ര ഖുർആൻ വേറെ സൂറത്തുകൾ അറിയുന്ന ആളാണെങ്കിലും സുന്നത്ത് അതാണോ അതെന്നെ ഓതണം. അങ്ങനല്ലേ? അങ്ങനെയാണ്. അന്ന് പിന്നെ വേറെ ആയത്തും വേറെ സൂറത്തൊന്നും ഓതരുത്. അതാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ അതെന്നെ ഓതണം. അപ്പൊ ഇനി എല്ലാവരും അത് പതിവാക്കണം. അറിവുള്ളവർ നേരത്തെ പതിവാക്കുന്നു, നമ്മളും പതിവാക്കാം. ഇപ്പൊ നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞു പോയിട്ട്
കട്ടിൽമേല് ഉളുവൊക്കെ എടുത്ത് നല്ല വസ്ത്രമൊക്കെ മാറി കട്ടിൽമേല് ഇരുന്ന് രണ്ട് കാലും നീട്ടി ഇങ്ങനെ ഇരുന്ന് രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ച്, മോനെ കാണില്ലേ, ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അങ്ങനെ ചേർത്ത് പിടിച്ച് ഓരോ പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അറിയില്ലേ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓരോ പ്രാവശ്യം ഓതിയിട്ട് കയ്യിലേക്ക് ഊതാൻ അറിയില്ലേ, ഓരോന്നും ഓരോ പ്രാവശ്യം ഓതിയിട്ട് ഊതിയതിനു ശേഷം മൂർധാവ് മുതൽ ഇങ്ങനെ ശരീരത്തിൽ തടവുക, കാലിന്റെ അടിഭാഗം വരെ തടവുക. രണ്ടാം പ്രാവശ്യവും കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഓരോ തവണ ഊതി മൂർധാവ് മുതൽ കാൽപാദം വരെ തടവുക. മൂന്നാമത്തെ പ്രാവശ്യവും അങ്ങനെ ചേർത്ത് പിടിച്ച് ഓരോ പ്രാവശ്യം ഊതി മേൽഭാഗം മുതൽ താഴ്ഭാഗം വരെ കാലിന്റെ അടിഭാഗം വരെ തടവുക. ഈ രണ്ട് സൂറത്തുകളും ഇറങ്ങിയ അന്ന് മുതൽ വഫാത്താകുന്നതിന്റെ തൊട്ടു രാത്രി വരെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തെല്ലാം മടിയുണ്ടോ? ഇല്ലല്ലോ. ചോറ് കഴിച്ചണോ? ഇല്ലല്ലേ. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളെ ഉറക്ക ചെല്ലണ്ടോ? നിങ്ങളാണ് നമ്മളെ ആവേശം. ഉറക്ക ചെല്ലൂലേ? എണീറ്റ് പോകാതെ നല്ല സുബുറിലിരിക്കും, നല്ല മക്കളാണ്. അപ്പോ അന്ന് മുതൽ വഫാത്തിന്റെ തൊട്ട് തലേന്ന് വരെ ഉപേക്ഷിക്കാതെ കൊണ്ടു നടന്ന ഒരു ദിക്റാണത്. കിടക്കാൻ നേരത്ത് ഇന്നലെ വരെ പതിവില്ലാത്ത ആൾ ഇന്ന് തുടങ്ങണം. അതിനാ ഞാനിത് പറയുന്നത്. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിടാനല്ല. നമ്മളെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനുമുള്ള വലിയ കാവലായിട്ട് അല്ലാഹു തആല ഇറക്കിയതാണ്. പേര് തന്നെ അൽ മുഅവ്വദതൈൻ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് രണ്ടിനും കൂടി ഒരുമിച്ചൊരു പേരാണ് അൽ മുഅവ്വദതൈൻ. കാവലിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രണ്ട് അധ്യായങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. കാവൽ ചോദിക്കാൻ വേണ്ടി. തുടക്കം തന്നെ അങ്ങനെയല്ല, ഖുൽ അഊദു, ഖുൽ അഊദു എന്നാണ് തുടക്കം. കാവലിന് വേണ്ടി ഓതാനുള്ള രണ്ട് സൂറത്തുകളാണ്. അതെങ്ങനെ തങ്ങൾ ഉപയോഗപ്പെടുത്തി തന്നത്? ഇറങ്ങിയ അന്നു മുതൽ വഫാത്തിന്റെ തൊട്ടു തലേ ദിവസം രാത്രി വരെ ഒരൊറ്റ രാത്രിയിലും വിടാതെ എല്ലാ ദിവസവും അങ്ങനെ ഊതിയിട്ട് തടവിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പല ശർറുകളും വരും സഹോദരങ്ങളെ, പല ഭാഗത്തുനിന്നും വരും. നമ്മുടെ ശരീരത്തിലേക്ക് ഒന്നും ഏൽക്കാതിരിക്കാനുള്ള വലിയൊരു കാവലാണ് ഈ ഊത്തും അതുപോലെ തന്നെ ശരീരമാസകലം തടവുന്നതും. വഫാത്തിന്റെ തൊട്ടു തലേന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയല്ലേ തങ്ങൾ വഫാത്താകുന്നത്. അതിന്റെ നേരെ തലേന്ന് രാത്രി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് തങ്ങൾ ചാരിക്കിടക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, ഞാൻ എല്ലാ ദിവസവും ഊതി തടവാറുള്ള സൂറത്തുകളില്ലേ, അത് ഒന്ന് ഊതിയിട്ട് എന്റെ ശരീരത്തിനൊന്ന് തടവിത്തരണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കൈയും തന്നെ ഞാൻ ഇങ്ങനെ പൊക്കിപ്പിടിച്ചു. എന്നിട്ട് ഞാൻ ആ കൈകളിലേക്ക് ഈ പറയുന്ന സൂറത്തുകൾ ഓരോ പ്രാവശ്യം ഊതി തങ്ങളെ കൈകൊണ്ട് തന്നെ ശരീരം ഇങ്ങനെ തടവിക്കൊടുത്തു. രണ്ടാമത്തെ പ്രാവശ്യവും കൈ എങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അങ്ങനെ ചെയ്തു. മൂന്നാമത്തെ പ്രാവശ്യവും അങ്ങനെ ചെയ്തു. ആകയാൽ ഇറങ്ങിയ അന്നു മുതൽ വഫാത്തിന്റെ സമയം വരെ വിടാതെ കൊണ്ട് നടന്ന ഒരു ചര്യയാണ്, ഒരു സുന്നത്താണത്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളത് നിലനിർത്തണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വലിയൊരു കാവലാണത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും വലിയ കാവലാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഓതുന്നതോടൊപ്പം തന്നെ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഓതൽ സുന്നത്തുണ്ട്. സുബഹി നിസ്കാരത്തിന്റെ ശേഷവും 3 പ്രാവശ്യം, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും 3 പ്രാവശ്യം. ഉസ്താദേ, ഇത്രത്തോളം കാവൽ ചോദിക്കണമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഷർറ്
അതിനേക്കാളും അധികമാണ്. അള്ളാഹുവിനോട് കാവൽ നന്നായി ചോദിക്കണം. സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷവും 3 പ്രാവശ്യം, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും 3 പ്രാവശ്യം അങ്ങനെ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കി പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ സൂറത്തിന്റെ അവതരണത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. അതിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചിടത്ത് ഒരുപാട് ഹദീസ് ഉണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് കൊണ്ട് ആര് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നുവോ എല്ലാ വിഷയങ്ങളിൽ നിന്നും അല്ലാഹു തആല അവന് കാവൽ നൽകുകയാണ്. ആ 2 സൂറത്തുകളിൽ ഉൾപ്പെടാത്ത ഒരു വിഷയവും ലോകത്ത് വേറെയില്ല. എല്ലാ വിഷയങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പലപ്പോഴും വിശദീകരിച്ചതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ ഇസ്മ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതില് അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട 3 ഇസ്മുകളാണ് അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹ്, അർ റഹ്മാൻ, അർ റഹീം. ആ 3 ഇസ്മുകൾക്കും വലിയ മഹത്വം ഉണ്ട്. ആ 3 ഇസ്മുകളും ഉൾപ്പെട്ട ഒരു ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. അത് വലിയ കാവലാണ് സഹോദരങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പതിവാക്കുന്ന ആളോട് ബിസ്മി പൂർണ്ണമായും ചൊല്ലണമെന്നാണ് ഒരു നിർദ്ദേശം. എന്തേ കാരണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് അക്ഷരം വെച്ചൊന്ന് കൂട്ടി നോക്കൂ, 19 അക്ഷരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൊത്തം 19 അക്ഷരമാണ്. അത് വലിയൊരു കാവലാണ്. 19 മലക്കുകളിൽ നിന്ന് വലിയൊരു കാവലാണ്. എവിടെയാ 19 മലക്കുകൾ നിൽക്കുന്നത്? അലൈഹാ 19 നരകത്തിന്റെ ചുറ്റുഭാഗത്തായി. നരകം കാക്കുന്ന മലക്കുകൾ 19 എണ്ണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ 19 മലക്കുകൾക്കാണ് അല്ലാഹു തആല ഓർഡർ നൽകിയിരിക്കുന്നത്. നരകത്തിലേക്ക് പോകേണ്ട ആളുകളുടെ അടയാളങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി നരകത്തിലേക്ക് അവരെ വലിച്ചിടാനും തള്ളിയിടാനും അതിലേക്കുള്ള വഴികൾ തുറന്നു കൊടുക്കാനുമൊക്കെ 19 സബാനിയത്തിനെയാണ് അല്ലാഹുവോട് നിർത്തിയിരിക്കുന്നത്. ഉസ്താദേ, നരകം എത്ര വലിയൊരു ലോകമാണ്. എന്നിട്ടാകെ കാവലിന് 19 മലക്കുകൾ മതിയോ? അതിലധികം വേണ്ടേ? പോരാ. 19 എണ്ണം എന്തിനാണ്? 1 തന്നെ നിങ്ങൾ കൂട്ടി നോക്കൂ, എത്രയാണ് 1ന്റെ വിശാലത. ഒരു സാധാരണ മലക്കല്ലല്ലോ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാ ബൈന മൻകിബൈ അഹദിഹിം, ആ 19ൽ ഒരാളുടെ 2 ചുമലിനിടയിലുള്ള വിശാലത മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, ഒരൊറ്റ മലക്കിന്റെ 2 തോളിന്റെ ഇടയിലുള്ള അകലം. മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയും ഉണ്ടെന്ന് പറയുമ്പോ ഒരു മലക്ക് തന്നെ ധാരാളമല്ലേ? എന്തിനാ സഹോദരങ്ങളെ 19 എണ്ണം? ആ 19 മലക്കുകൾ ഒരു സാധാരണ ശക്തിയാണോ? അല്ല. സാധാരണ ആരോഗ്യമാണോ? അല്ല. സാധാരണ സ്വഭാവമാണോ? അല്ല. അവരിൽ നിന്ന് വലിയൊരു കാവൽ നിനക്ക് ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്നിടത്തൊക്കെ പൂർണ്ണമായും ചൊല്ലുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്നിടത്ത് ചുരുക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും പൂർണ്ണ ബിസ്മി ചൊല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെള്ളം കുടിക്കുമ്പോഴും പൂർണ്ണ ബിസ്മി ചൊല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറവ് നടത്തുമ്പോഴും ബിസ്മി പൂർണ്ണമായി ചൊല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ചൊല്ലുന്ന ഏതെല്ലാം ഘട്ടങ്ങളുണ്ട് നിത്യജീവിതത്തിൽ, ബിസ്മി പൂർണ്ണമായി ചൊല്ലുക. അതൊരു പ്രധാനപ്പെട്ട ഒരു സുന്നത്തും കൂടിയാണ്. അതുകൊണ്ട് കിട്ടുന്നൊരു നേട്ടമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മഹത്വങ്ങൾ വിശദീകരിച്ചപ്പോ ഖുർആൻ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നബിയേ തങ്ങൾ പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ്, അഊദു ഞാൻ കാവൽ ചോദിക്കുന്നു, ബിറബ്ബിൽ ഫലഖ്,
ഫലക്കിന്റെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഫലക്ക് എന്ന് പറയുന്ന വാക്കിന്റെ ഒരു വിവക്ഷ പൊട്ടിവിളരുന്നത് എന്നാണ്. ഓരോ സംഗതിയും മറ്റൊന്നിൽ നിന്ന് പൊട്ടി പുറപ്പെടുന്നതാണ്. സൃഷ്ടിജാലങ്ങൾ മുഴുവനും എടുത്തു നോക്കൂ. എല്ലാ സൃഷ്ടിജാലങ്ങളും ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഉത്ഭൂതമായതാണ്. തനിയെ ഉത്ഭൂതമായ ഒറ്റ സൃഷ്ടിയും ലോകത്താർക്കും കാണാൻ കഴിയില്ല. ഒന്ന് മറ്റൊന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ്. അങ്ങനെയല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടി ഇവിടെ പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. മനുഷ്യനാകട്ടെ, മരമാകട്ടെ, മറ്റു ജീവജാലങ്ങളാകട്ടെ, അചേതന വസ്തുവാകട്ടെ, ഒന്ന് മറ്റൊന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതാണ്. ഫലക്ക്, അതേ ഫലക്കിന്റെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ല, ഫലക്ക് എന്ന് പറയുമ്പോ പൊട്ടിവിടരുന്നത് എന്നതിൽ അർത്ഥമാക്കിയിടത്ത് തന്നെ പ്രഭാതം, പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ നാഥനോട്. പൊട്ടിവിടരുന്ന പ്രഭാതം എല്ലാവർക്കും വ്യക്തമാകുന്ന ഒന്നാണല്ലോ. നേരത്തെ കൂരിരുട്ടല്ലേ, ആ ഇരുട്ട് മുഴുവനും ഭേദിച്ചുകൊണ്ട് ഇപ്പയതാ സുബ്ഹി നന്നായി പൊട്ടിവിടർന്ന് പ്രകാശം വിതറുന്നു. ഈ പ്രകാശം വിതറുന്നത് ഒറ്റയടിക്കാണോ? അല്ല, ഘട്ടം ഘട്ടമായിട്ടാണ്. എന്തേ അള്ളാഹു അങ്ങനെ വെച്ചത്? അള്ളാഹുവിന്റെ കഴിവും ശക്തിയും യുക്തിയും സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഒറ്റയടിക്ക് പ്രഭാതം അങ്ങോട്ട് വിടർത്താൻ അള്ളാഹുവിന് കഴിയാഞ്ഞിട്ടാണോ? അല്ലേ, അല്ല. പ്രഭാതം തന്നെ, പൊട്ടിവിടരുന്ന പ്രഭാതം ഒരു യാഥാർത്ഥ്യമാണ്. പ്രഭാതം എന്നും പൊട്ടിവിടരുന്നുണ്ടോ? ഉണ്ട്. നേരത്തെ ഇരുട്ട് മുഴുവനും ഭേദിച്ചുകൊണ്ട് നീക്കിയിട്ട് നല്ല വെളിച്ചം പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു നിരീക്ഷണവും അല്ലാഹുവിന്റെ ഒരു ശിക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിയന്ത്രണവും പഠിക്കാൻ ഏറ്റവും നല്ലതല്ലേ പൊട്ടിവിടരുന്ന പ്രഭാതം. പൊട്ടിവിടരുന്ന പ്രഭാതം അത് സമ്മതിക്കാത്തവരാരുമില്ലല്ലോ, ഇല്ല. അംഗീകരിക്കാത്തവരാരുമില്ലല്ലോ, ഇല്ല. സുബ്ഹി സഹോദരങ്ങളെ, സുബ്ഹി വാങ്ങു കൊടുക്കുന്നതിന്റെ മുമ്പ് അതേ ഒരു ഫജ്ർ ഇവിടെ പൊട്ടി വിടർന്നിട്ടുണ്ട്. ഫജ്ർ തന്നെ, ഫജ്ർ സ്വാദിഖും ഫജ്ർ കാദിബും ഉണ്ട്. ആ ഫജ്ർ ഇങ്ങനെ പൊട്ടി വിടർന്ന് യഥാർത്ഥത്തിൽ പ്രകാശം പല ഭാഗത്തേക്കും പരന്ന് തുലൂഉൽ ഫജ്ർ ഉണ്ടായതിനു ശേഷം സുബ്ഹാനല്ലാഹ് ഫജ്ർ സ്വാദിഖ് വെളിവാകുമ്പോ അതാ സുബ്ഹി വാങ്ങി കൊടുക്കുന്നു. ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിലില്ലെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മറ്റൊരു ബാങ്ക്. ഫജ്ർ കാദിബേ അപ്പായിട്ടുള്ളൂ. സുബ്ഹിന്റെ മുമ്പുള്ള വാങ്കാണ് തഹജ്ജുദിന്റെ വാങ്ക് എന്ന് പറയും. അതേ സുബ്ഹിന്റെ വാങ്ക് കൊടുക്കുമ്പോ മദീന പള്ളിയിലെത്തിയ സ്വഹാബത്ത് മുഴുവനും സുബ്ഹി വാങ്ക് കൊടുക്കാൻ വേണ്ടി മദീന പള്ളിയിൽ നിയുക്തനായിരുന്നത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ. അവരാണ് സുബ്ഹിന്റെ വാങ്ക് കൊടുത്തിരുന്നത്. സുബ്ഹിന്റെ മുമ്പുള്ള വാങ്ക് കൊടുത്തിരുന്നത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാതത്തിലെ വാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. അതേ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കാണോ കേൾക്കുന്നത്, അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, സുബീന്റെ ടൈം ആയിട്ടുണ്ട് എന്നർത്ഥം. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ സ്വഹാബി എങ്ങനെ വാങ്ക് വിളിക്കും? നേരെ മറിയുമോ? പള്ളിയിൽ വന്ന് നിൽക്കുന്ന സ്വഹാബിമാര് പറയും, അസ്ബഹത അസ്ബഹത, സുബ്ഹിയായി സുബ്ഹിയായി
എന്ന് പറയും. അപ്പോൾ മഹാനവർകൾ വാങ്ക് വിളിക്കുന്നിടത്തേക്ക് കയറി നിൽക്കും. എന്നിട്ട് സുബ്ഹിന്റെ വാങ്ക് വിളിക്കും. അപ്പോൾ ആ സുബ്ഹിയാകുന്നത് പൊട്ടി വിടരുന്നത് നേർക്ക് നേരെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എല്ലാം അവന്റെ സൃഷ്ടിപ്പ് തന്നെയാണ്. അതെ, നിനക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒന്ന് നിനക്ക് സമ്മതിക്കാനും അംഗീകരിക്കാനും ഒന്ന് ചേർത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ആ ഫലഖിന്റെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് നേരിട്ട് പറയാതെ ഒരു വിശേഷണം ഇവിടെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് നേരിട്ട് സഹോദരങ്ങളെ അഊദു ബില്ലാഹി എന്ന് പറയുമ്പോ പലർക്കും സന്ദേഹമാണ്, പലർക്കും സംശയമാണ്. അതേ സമയത്ത് ഫലക്കുണ്ടോ? ഫലക്കുണ്ട്. എല്ലാവരും പറയുന്നു പ്രഭാതം പൊട്ടി വിടരുന്നുണ്ട്. വിശ്വസിച്ചവരും പറയുന്നു, വിശ്വസിക്കാത്തവരും പറയുന്നു. അതിനൊരു റബ്ബുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അല്ലാഹു എന്ന് പറയുമ്പോഴേക്ക് പലരും മാറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ജനങ്ങളൊക്കെ ഒന്ന് ഏക മനസ്സോടെ കേൾക്കട്ടെ എന്ന രൂപത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ, അവൻ പടച്ചു വെച്ച, അല്ലാഹു സൃഷ്ടിച്ചു വെച്ച എല്ലാറ്റിന്റെയും കെടുതിയിൽ നിന്ന് അല്ലാഹുവിനോട്, ഫലഖിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹു സൃഷ്ടിച്ചു വെച്ച മുഴുവനും അവിടെ എണ്ണി പറഞ്ഞു. ഇനി ഒന്നും അതിൽ പെടാത്തതില്ല. എന്തെല്ലാം സൃഷ്ടിജാലങ്ങളുണ്ടോ സഹോദരങ്ങളെ, സൃഷ്ടിജാലങ്ങളല്ലേ. അല്ലാഹുവും അല്ലാഹുവിന്റെ കലാമും കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇവിടെ മഖ്ലൂഖാത്തല്ലേ. എല്ലാം സൃഷ്ടികൾ തന്നെയല്ലേ. മനുഷ്യരും സൃഷ്ടിയാണ്, ജിന്നും സൃഷ്ടിയാണ്, മലക്കും സൃഷ്ടിയാണ്, മരങ്ങൾ സൃഷ്ടിയാണ്, മൃഗങ്ങൾ സൃഷ്ടിയാണ്, പാമ്പും തേളും ജന്തുക്കളും പ്രാണികളും എല്ലാം സൃഷ്ടിയാണ്. ഇവിടെ കാണുന്ന ഉപകരണങ്ങൾ മുഴുവനും സൃഷ്ടിജാലങ്ങളാണ്. എല്ലാ സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇനി അതിൽ ഉൾപ്പെടാത്തതൊന്നുമില്ല. പക്ഷേ സഹോദരങ്ങളെ, 2-3 പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ടല്ലോ. അതാ മഖ്ലൂഖാത്തിന്റെ കൂട്ടത്തിൽ, ഷർറുള്ളതിന്റെ കൂട്ടത്തിൽ കുറച്ച് കഠിനമേറിയതാണ്. അതുകൊണ്ടാണ് അത് സ്പെഷ്യലായി എടുത്തു പറയുന്നത്. മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞതിൽ പെട്ട് തന്നെയാണ് ശേഷം വരുന്ന 3 ആയത്തിൽ പറയുന്നത്. പക്ഷേ അതൊരു സാധാരണ ഷർറല്ല, കുറച്ച് കരുതേണ്ട, സൂക്ഷിക്കേണ്ട ഷർറാണ്. എല്ലാ ഷർറും ഒരുപോലെ അല്ലല്ലോ. ഷർറിൽ നിന്ന് നല്ല കാവൽ ചോദിക്കണ്ടേ? കാവൽ ചോദിക്കണം. കാവൽ ചോദിക്കുക എന്നുള്ളൊരു വിഷയമാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ. നമുക്ക് ഇപ്പൊ അത് വളരെ കുറവാണ് അല്ലേ. കാവൽ എന്ന് പറഞ്ഞ സംഗതി അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് തന്നെ. നിങ്ങൾ നോക്ക്, അള്ളാഹുവിനോട് കാവൽ ചോദിച്ചതിന്റെ പേരിൽ എത്രമാത്രം വലിയ കാവലാണ് അള്ളാഹു തആല കൊടുത്തത്. വർഷങ്ങളോളം മക്കളില്ലാതെ അങ്ങനെ കഴിഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട ഇമ്രാൻ അലൈഹിസ്സലാം എന്നവരുടെ ഭാര്യയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ, ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഭർത്താവിൽ നിന്ന് ഗർഭധാരണം നൽകി എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹദി പറഞ്ഞു, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, എന്റെ ബത്തിൽ, എന്റെ പള്ളയുടെ ഉള്ളില് ഒരു കുഞ്ഞിനെ നീ തരുന്നതിന്റെ ഒരവസ്ഥ ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. ഗർഭധാരണം നടന്നിട്ടേ ഉള്ളൂ, പ്രസവിച്ചിട്ടില്ല. ഈ വയറ്റിലുള്ള കുട്ടിയെ നിന്റെ ബൈത്തുൽ മഖ്ദിസിന്റെ ഖാദിമാക്കിയിട്ട് ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. പഴയകാലത്ത് വാപ്പാർക്കും ഉമ്മാർക്കൊക്കെ അങ്ങനെ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഒരു പുണ്യ നേർച്ച. ഇപ്പൊ പിന്നെ അങ്ങനെ നേർച്ചയാക്കാൻ ആരും നിൽക്കല്ല. എന്താ നിൽക്കാത്തത് അറിഞ്ഞൂടാ. അങ്ങനെ നേർച്ചയാക്കിയിട്ട് കുട്ടികൾ ആ വിധത്തിൽ നല്ല നല്ല ആലിമീങ്ങളാകണം,
നല്ല ഹാഫിലീങ്ങളാകണം, നല്ല ദീനിന്റെ ഖാദിമീങ്ങളാകണം എന്നുദ്ദേശിച്ചുകൊണ്ട് പഴയ കാലത്ത് അങ്ങനെ നേർച്ചയാക്കാറുണ്ടായിരുന്നു. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ നേർച്ചയാക്കി അങ്ങനെ ഒരു നേർച്ച. പക്ഷേ പ്രസവം കഴിഞ്ഞു നോക്കുമ്പോൾ അത് പെൺകുട്ടിയാണ്. പള്ളിയുടെ ഖിദ്മത്തിന് അന്നെന്ന് പറഞ്ഞ കാലം ഏതാ? കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പിറക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കാലം. ജനിച്ചു നോക്കുമ്പോ ആ കുട്ടി പെൺകുട്ടിയായപ്പോ പടച്ചോനെ, ഞാൻ ഉദ്ദേശിച്ചത് ഒരാൺകുട്ടിയായിരുന്നെങ്കിൽ ഈ ആൺകുട്ടിയെ ബൈത്തുൽ മഖ്ദിസിന്റെ ഖിദ്മത്തിന് അങ്ങോട്ട് കൊടുക്കായിരുന്നു എന്നാണ് ഞാൻ നേർച്ചയാക്കിയത്. ആ നേർച്ചയുടെ ഇഖ്ലാസ് കൊണ്ട് അല്ലാഹു തആല ആ നേർച്ച സ്വീകരിച്ചു. ആ കുട്ടി പിറന്ന ഉടനെ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ആ കുട്ടിയെ തന്റെ കൈകളിലേക്ക് എടുത്ത് പ്രസവിച്ച ഉടനെ തന്നെ മഹദി ചൊല്ലിപ്പോയി, വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഉടനെ എന്ന് പറഞ്ഞാൽ ഉടനെ, പ്രസവിച്ച ഉടനെ വാങ്കെടുത്ത ഉടനെ തന്നെ അതേ കാതിര് ഒരു ഇഖ്ലാസ് സൂറത്ത്, മറ്റേ കാതിര് ഇഖാമത്തും, ഉടനെ തന്നെ വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന ദിക്ർ. എല്ലാ അപശബ്ദങ്ങളും കഴിഞ്ഞ ശേഷമല്ല, ഉടനെ തന്നെ. അത് നടന്നിരുന്നു മുമ്പ് കുറെയൊക്കെ അല്ലേ? കാരണം അന്ന് സഹോദരിമാരൊക്കെ, ഏതെങ്കിലും ഒരു സഹോദരിക്ക് പ്രസവവേദന വന്നാൽ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ രണ്ട് ഉമ്മമാര് വന്ന് അവര് കുറച്ച് ദിക്റൊക്കെ ചൊല്ലി, നഫീസത്തുമാലയും ദിഫായിമാലയൊക്കെ ചൊല്ലി ഒന്ന് റാഹത്തോടൊന്നും ഇങ്ങനെ കിടന്ന് നല്ല റാഹത്തോടൊന്നും പ്രസവിച്ച്. ഇപ്പൊ ഗർഭധാരണം നടക്കുന്ന 1-ാം ഡേറ്റിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. അങ്ങനെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചൊല്ലേണ്ടത് കൃത്യമായിട്ട് ചൊല്ലാനുള്ള ആള് അടുത്ത് തന്നെ ഒരു പെണ്ണുണ്ടെങ്കിൽ, ആണായാലും പെണ്ണായാലും കുഴപ്പമൊന്നുമില്ല, അടുത്ത് തന്നെ ഒരു പെണ്ണുണ്ടെങ്കിൽ ഏറ്റവും ഹൈറാണ്. എല്ലാവിധ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷമല്ല. അതുകൊണ്ടാണ് ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമ്മൾ വിചാരിക്കും പോലെയുള്ള വഴികളിലേക്ക് അവരെ പിടിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അവിടെ നിൽക്കുന്നത് ഈ പെണ്ണിന്റെ ഉമ്മയോ ഈ പെണ്ണിന്റെ അമ്മായിമ്മയോ ബന്ധപ്പെട്ട ഏതൊരു പെണ്ണാണെങ്കിലും ഉടനെ കൊടുക്കുക എന്ന് പറയുന്ന ആ വാങ്കും ഇഖാമത്തും ദിക്റും ഉടനെ തന്നെ നടത്തിയേക്കണം. പുറം ലോകത്തേക്ക് ആ കുട്ടി എത്തിയ അതേ സെക്കൻഡിൽ വേറുള്ളവരൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് എല്ലാ ടെസ്റ്റും ഇഷ്ടം കിടന്ന് ഓല വർത്താനങ്ങളോ ഓല ഇംഗ്ലീഷും മംഗ്ലീഷും കഴിഞ്ഞിട്ട് ശേഷമല്ല, സ്പോട്ടിൽ എന്താ അങ്ങനെ നടത്തിക്കൂടെ? അതിനാണ് ഈ പ്രായമുള്ള അമ്മമാരൊക്കെ അടുത്ത് പോയി നിൽക്കണ്ടേ. അല്ല സംഗതി കഴിഞ്ഞോ ഇല്ലെന്ന് റിസൾട്ട് ഫോട്ടോ എടുത്താണ് മക്കളൊക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പൊ അതാ തിരക്ക്. ഫോട്ടോ എടുത്താണ് എങ്ങനെയാ മുഞ്ചു എന്നുള്ള വാക്കുള്ളവർക്ക് അയക്കായിട്ട്. ഈ പ്രായമുള്ള ഉമ്മമാര് ഈ കുട്ടിയുടെ പ്രസവിക്കാനായ ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയി നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാ. വാങ്ങൊടുക്കാൻ ആണെന്നെ ആണെന്നില്ല അവിടെ, അത് ഇവിടുത്തെ പള്ളിയിലെ വാങ്ങാണ്. ഈ നാളെ ഇതിന്റെ താത്ത കൊടുന്ന് നിർത്തരുതേ, ഇതിനാണെന്നെ വേണം. കുട്ടികൾക്ക് കാതില് വാങ്ങൊടുക്കാൻ പെണ്ണായാലും മതി, അവിടെ വാങ്ങൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക. ഹന്നത്ത് ബീവി ചൊല്ലിയ ഈ ദിക്ർ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ ചൊല്ലുക. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ജനിച്ച ഉടനെ തന്നെ അങ്ങോട്ട് ചൊല്ലിയപ്പോ അല്ലാഹു തആല കൊടുത്ത കാവൽ നോക്ക് നിങ്ങൾ. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഒരിക്കൽ പോലും ശൈത്താൻ തൊട്ടിട്ടില്ല. ഏത് കുട്ടിയും ജനിച്ചിട്ട് നമ്മക്കെന്താ ബേജാറെന്നറിയോ? ആ കുട്ടി ഒന്ന് കരയായിട്ടൊന്ന് ചിരിക്കായിട്ട്, അതാ നമുക്ക് ബേജാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ജനിച്ച ഏത് കുട്ടിയും ഒരു കരച്ചിൽ കരയുന്നത് പിശാച് രണ്ട് ഞെക്ക് ഞെക്കിയിട്ടാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞമ്മക്ക് തിരിഞ്ഞിട്ടാ കരഞ്ഞു, ചിരിച്ചോ, അപ്പൊ മനുഷ്യൻ തന്നെയാണ്. അത് വിലയിരുത്തായിട്ടാ നമ്മക്ക് ബേജാറ്. പ്രസവിച്ച ആ കുട്ടി ഭൂമി ലോകത്തേക്ക് പറന്ന് വീണ ഉടനെ തന്നെ എടുത്തുകൊണ്ട് ബാങ്കും ഇഖാമത്തും കൊടുത്ത് ദിക്ർ ചൊല്ലിയേക്കണം.
അതിനാണ് വല്യമ്മമാരെ അമ്മായിമ്മമാരെ നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനാണ് കാര്യമായിട്ട്. അതാ നിർവഹിക്കേണ്ടത്, റിസൾട്ട് തരാനല്ല. അത് പിന്നെയും കിട്ടും. ഇതിപ്പോ എന്താ ജയിലരങ്ങള് അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ആ കുട്ടിയൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് ഇടുന്ന് വാങ്ങെടുത്താ അല്ല, പള്ളിക്കത്തെ വാങ്ങെടുത്തില്ല, അവിടെ വാങ്ങെടുത്തല്ലേ. മണിക്കൂർ ഒന്നോ കഴിഞ്ഞിട്ട് പിശാച്ച് 1, 2, 3, 10 നക്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴല്ല സഹോദരങ്ങളെ സഹോദരിമാരെ, കാവൽ ചോദിക്കേണ്ട ഘട്ടത്തിൽ തന്നെ ചോദിക്കണം. അതിന്റെ ഒരു കുറവ് വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനിച്ച ഏത് കുട്ടിയെയും അങ്ങനെ വന്ന് പിശാചൊരു ഞെക്ക് ഞെക്കുന്നുണ്ട്. അവന്റെ പെരടിയുടെ 2 ഭാഗത്ത് 2 ഞെക്ക് ഞെക്കുമ്പോഴാണ് കുട്ടി അങ്ങ് കരയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇല്ലാ മറിയം വബ്നഹാ, മറിയം ബീവിയെ പിശാച് അങ്ങനെ നെക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ചു വേറെന്തോ സംഗതിയാണ്. മറിയം ബീവിന്റെ മകനെയും അങ്ങനെ ഞെക്കിയിട്ടില്ല. മറിയം ബീവിയുടെ മകൻ ആരാണ്? മസീഹ് ഈസാ അലൈഹിസ്സലാം. മകനെ ഞെക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അതിനുകൂടി വല്യമ്മ ചൊല്ലിയ ദിക്റാണ് കാരണം. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മോൻ ഈസാ നബി അലൈഹിസ്സലാമിനെ പോലും പിശാച് തൊടാതിരിക്കാൻ ആ ദിക്റിന്റെ കാവലാണ്. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അന്ന് കുട്ടി ഉണ്ടായപ്പോ ചൊല്ലിയില്ലേ, വഇന്നീ ഉഈദുഹാ, ഈ കുട്ടിക്ക് വേണ്ടി അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വദുർരിയതഹാ, ഈ കുട്ടിന്റെ സന്താന പരമ്പരകളെയും മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മൂപ്പരിനി വരും, വന്നിട്ട് ഈ ഉമ്മത്തിൽ നിന്ന് കല്യാണം കഴിക്കും, അതിൽ നിന്ന് മക്കൾ ജനിക്കും എന്ന് ഹബീബ് റസൂലുള്ളാഹി. അവർക്കും ഉണ്ടാവും ആ കാവല്. കാലത്രായി ദിക്ർ ചൊല്ലിട്ട് ചൊല്ലേണ്ടതുപോലെ ചൊല്ലണം. എന്നാ മക്കൾ സന്താന പരമ്പരകൾക്കൊക്കെ കാവല് കിട്ടും. ഹന്നത്ത് ബീവി ചൊല്ലിയ ദിക്ർ കൊണ്ടാണ് ശൈത്താൻ അങ്ങോട്ട് അടുക്കാതിരുന്നത്. വേറെന്താ നിങ്ങൾ നോക്ക്, ഒറ്റ ദിക്റല്ലേ, വേറൊന്നുമില്ലല്ലോ. ഒറ്റ ദിക്റാണ് ഹന്നത്ത് ബീവി ചൊല്ലിയത്. ആ ഒറ്റ ദിക്ർ കാരണം മറിയം ബീവിയെ തൊടാൻ കഴിഞ്ഞില്ല. മറിയം ബീവിയുടെ മകനായ ഈസാ നബി അലൈഹിസ്സലാമിനെയും തൊടാൻ കഴിഞ്ഞില്ല. കാവൽ ചോദിക്കേണ്ട നേരത്തെ ചോദിക്കണം അല്ലാഹുവിനോട്. അതൊരു കാവൽ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തലമാണ്. അവിടെയാണ് ഉപ്പമാര് ഭർത്താക്കന്മാരൊക്കെ വേണ്ട രൂപത്തിൽ അത് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഒക്കെ കഴിഞ്ഞിട്ടല്ല, എല്ലാ വിഷയങ്ങളും കഴിഞ്ഞിട്ടല്ല. അതിന് അർത്ഥമല്ല, അതൊരു പേരിനങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര ഉടനെയാണ് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ അത് ചെയ്തത്. അതുപോലെ ഇനി കുഴപ്പമില്ല, ഈ പ്രസവിച്ച് കിടക്കുന്ന ഉമ്മാക്കന്നെ പറ്റുമോ ദിക്റായിട്ട് അങ്ങനത്തെ ഒരു ദിക്ർ ചൊല്ലാൻ? അതും മതി. ബാങ്ക് കൊടുക്കാൻ നിന്നിട്ട് തന്നെ കൊടുക്കണം. നിന്നിട്ട് കൊടുത്തെങ്കിലേ ബാങ്കാവുള്ളൂ, ഇരുന്നിട്ടും കൊടുക്കാലോ. അത് ഉമ്മാക്കന്നെ കഴിയോ ബാങ്ക് കൊടുക്കാൻ? പറ്റും. ആ ദിക്ർ എന്നുള്ള കരുത്തോട് കൂടിയാണ് ചൊല്ലാൻ, അതും പറ്റും. അല്ലാഹു തആല ആഫിയത്ത് തന്ന എന്താ അതിന് കുഴപ്പം? അപ്പൊ കാവൽ ചോദിക്കുന്ന നേരത്ത് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. കണ്ടില്ലേ നിങ്ങൾ, മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചു വെച്ച പടച്ചു വെച്ച എല്ലാറ്റിന്റെയും ഷർറിൽ നിന്ന്. ഷർറുണ്ടോ? ഷർറുണ്ട്. മഖ്ലൂഖാത്തിനൊക്കെ ഷർറിന്റെ ഒരു വശമുണ്ടാകും. ആ ഷർറിന്റെ വശത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അള്ളാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹുവിനോടാണ് കാവൽ ചോദിക്കുന്നത്. പടച്ച റബ്ബല്ലേ ഏറ്റവും വലിയ കാവൽ നൽകുന്നവൻ. അള്ളാഹുവിനെ പോലെ കാവൽ നൽകുന്നവൻ ആരാണ്? ആരുമില്ലല്ലോ. കാവൽ നൽകാൻ അള്ളാഹുവല്ലേ ഏറ്റവും വലിയ കാവൽ നൽകുന്നത്. അള്ളാഹുവിനോട് മുഴുവൻ വിഷയങ്ങളിൽ നിന്നും കാവൽ ചോദിച്ചിട്ട് പിന്നെ എണ്ണി പറയുന്നു,
മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ഒരുപാട് തഫ്സീറുകൾ ഉള്ള ഒരു ആയത്താണ്. ഞാൻ എല്ലാ വശങ്ങളിലൂടെയും പ്രവേശിക്കുന്നില്ല, നമ്മുടെ സമയം അതിന് പര്യാപ്തമല്ല. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് രാത്രി ഇരുൾമുറ്റി വന്നാലുള്ള ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ചിലർക്ക് രാത്രി ആയാൽ തന്നെ പേടിയാണ്, രാത്രി ആയാൽ പേടിയാണ്. ഉള്ള കരണ്ടും പോയാലോ ചില ആൾക്കാർ വീട്ടിൽ നിന്ന് കൂക്കാണ്, പേടിച്ചിട്ട് പെരും കൂക്കല്. സുബ്ഹാനല്ലാഹ്, അവർക്ക് ഇരിക്കാൻ ഒരു സ്വസ്ഥതയുമില്ല. രാത്രി ഉൾമുറ്റിയാലും ഒരു ഷർറ് ഒരു പക്ഷേ പതിഞ്ഞിരിക്കാം. പല ജീവികളും ഇഴഞ്ഞു വരാം അറിയാത്ത രൂപത്തിൽ. പലതിനും രാത്രി ഉപയോഗപ്പെടുത്താം. പക്ഷേ ഏത് ഷർറിൽ നിന്നും അള്ളാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം, ഇരുൾമുറ്റിയ രാത്രിയിൽ കണ്ടില്ലേ നിങ്ങൾ എത്ര തസ്കരന്മാരാണ് കളവ് നടത്തുന്നത്, എത്ര ആളുകളാണ് അക്രമങ്ങൾ നടത്തുന്നത്, എത്ര ജീവികളാണ് അക്രമങ്ങൾ അയച്ചു വിടുന്നത്, എത്ര മനുഷ്യരാണ് അക്രമങ്ങൾ അയച്ചു വിടുന്നത്, എത്ര ജിന്നുകളാണ് അക്രമങ്ങൾ അയച്ചു വിടുന്നത്. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് അതേ രാത്രി ഇരുൾമുറ്റിയാൽ സംഭവിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അപായങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞതിൽ നിന്ന് പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞതാണ് ഇരുൾമുറ്റിയ രാത്രിയിലെ കെടുതി, അപകടം, അപായം, ഷർറ്. അത് പ്രത്യേകം പറയേണ്ടത് തന്നെയാണ്. രാത്രി സമയത്ത് ഒരു പക്ഷേ പലതും സംഭവിച്ചേക്കാം, പലതും പേടിപ്പെടുത്തുന്നത് വന്നേക്കാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഒരു കാവലിന് ആയിട്ട് നമ്മൾ ഓതിയാൽ ധൈര്യമായി അല്ലാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ടല്ലേ നമ്മൾ ഓതിയത്. പടച്ച റബ്ബിന്റെ കാവലിനോളം വലിയ കാവൽ ലോകത്ത് വേറെ ഇല്ലല്ലോ. അല്ലാഹുവിന്റെ കാവലല്ലേ ഏറ്റവും വലിയ കാവൽ. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന കാവലിനെ മറികടക്കാനോ അതിനെ അതിജയിക്കാനോ അതിനെ തകർക്കാനോ ലോകത്തൊരാൾക്കും കഴിയില്ല. രാത്രി സമയത്ത് ഇരുൾമുറ്റിയ നേരത്ത് സഹോദരങ്ങളെ, രൂപഭാവങ്ങൾ കാണുമ്പോഴേക്ക് ആളുകൾ പേടിച്ചു പോകും. ജിന്നുകൾ കണ്ടില്ലേ നിങ്ങൾ, രാത്രിയുടെ മറവിൽ പേടിപ്പെടുത്തുന്ന പല രൂപഭാവങ്ങളും പ്രത്യക്ഷപ്പെട്ടേക്കും. പക്ഷേ കാവലുണ്ടായാൽ അവിടെ ഒന്നും സംഭവിക്കൂല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാൻ പോയത് രാത്രിയാണ്. ജിന്നുകൾക്ക് വിശുദ്ധ ദീന് പകർത്തി കൊടുക്കാൻ വേണ്ടി രാത്രി പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാനും കൂടെ വരാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞ ഒരു സഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനും വരാന്ന് പറഞ്ഞു. നിങ്ങളും പോരാ, എന്നാ പോന്നോളിന്ന് പറഞ്ഞു. അങ്ങനെ പോയി 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 മലങ്കാട്ടിലേക്ക്, കാടിന്റെ ഉള്ളിലേക്ക് എത്തി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൃത്തം ഇങ്ങനെ വരച്ചു കൊടുത്തു. ഒരു വട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. പുറത്തേക്ക് പോരുത് എന്ന് പറഞ്ഞു. ഉള്ളിൽ അവിടെ നിന്നാൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. എന്ത് രൂപം കണ്ടാലും നിങ്ങൾ പേടിക്കണ്ട, ഇതിന്റെ ഉള്ളിലാണോ ആരും ഒന്നും ചെയ്യൂല. ഈ കളം വിട്ട് പുറത്തു പോയാൽ പ്രശ്നമാണ്, ഇവിടെ നിന്നോളം പറഞ്ഞു. മഹാനവർകൾ അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നതിന്റെ ശബ്ദം ഈ വൃത്തത്തിന്റെ കളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടു. അപ്പൊ ജിന്നുകൾ ഇങ്ങനെ ഖുർആൻ കേൾക്കുന്നു, അവർക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നു, അവർ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. ആ ജിന്നുകള് ഖുർആൻ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ തങ്ങളിൽ നിന്ന് ചോദിച്ചു പഠിച്ച് ഖുർആൻ കേട്ടത് അവർക്ക് വലിയ സന്തോഷമായി. അവർ കൂട്ടമായി അവിടുന്ന് പിരിഞ്ഞു പോരാണ്. പിരിഞ്ഞു പോരുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ വട്ടത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരേ നൃത്തം നിന്നുകൊണ്ട് മഹാനവർകൾ
പേടിച്ച് വരച്ചുപോയി. കാരണം വ്യത്യസ്ത രൂപത്തിൽ രൂപാന്തരപ്പെടുന്നവരാണ് ജിന്നുകൾ. ഏത് രൂപത്തിലും രൂപപ്പെട്ടു വരാം. പാമ്പായിട്ടും വരാം, പോത്തായിട്ടും വരാം, പുലിയായിട്ടും വരാം, ആനയായിട്ടും വരാം, നായയായിട്ടും വരാം, പന്നിയായിട്ടും വരാം, പലതായിട്ടും വരാം. ഇനി കാണുന്ന നായനൊക്കെ ജിന്നയായി കരുതിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നായയും പന്നിയും അല്ലാത്ത രൂപങ്ങളിലൊക്കെ മലക്കുകളും രൂപം പ്രാപിച്ചു വരും. നായ പന്നിയുടെ രൂപത്തിൽ മലക്കുകൾ രൂപം പ്രാപിച്ചു വരൂല. ബാക്കി രൂപത്തിലൊക്കെ രൂപം പ്രാപിച്ചു വരാം, എന്നേക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വട്ടത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആദ്യം വലിയൊരു ആന വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ പിന്നാലെ തന്നെ നല്ല ശബ്ദമുള്ളൊരു സിംഹം. മഹാനവർകൾ ഒറ്റക്കല്ലേ നിൽക്കുന്നത്, പക്ഷെ ആരും അങ്ങോട്ട് അടുക്കുന്നില്ല. അടുക്കാതിരിക്കാൻ കാവലിന് വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കൊടുത്ത നല്ല ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിന്റെ വട്ടത്തിന്റെ ഉള്ളിലാണ് ആ സ്വഹാബി നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നും തൊടുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വലിയ കട്ടിയും കനവുള്ള വലിയ ഒരു പാമ്പ്, ഏകദേശം ഒരു 10-60 കിലോ തൂക്കുണ്ടാകും. അതങ്ങനെ പോകുന്നു. പിന്നെ വ്യത്യസ്ത രൂപങ്ങളാണ് ഓരോന്നും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരേ നൃത്തം അവിടെ ഇങ്ങനെ നിന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ക്ലാസ് എടുത്ത് ഇസ്ലാം പഠിപ്പിച്ച് ഖുർആൻ പഠിപ്പിച്ച് ഏകദേശം പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട്. തങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ, തങ്ങൾ വരുന്ന സമയത്ത് ഇതേ വട്ടത്തിന്റെ ഉള്ളിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിൽക്കുന്നുണ്ട്. ചോദിച്ചു, പേടിയായി പോയോ? അല്ലാഹുവിന്റെ റസൂലേ, എന്തെല്ലാം രൂപഭാവങ്ങളാ ഞാൻ കണ്ടത്. എന്റെ ജീവിതത്തിൽ ഇതുപോലെ വ്യത്യസ്ത രൂപങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും നിങ്ങളോട് അടുത്തുവോ? ആരും അടുത്തില്ല. നിങ്ങൾ ആ വട്ടത്തിന്റെ ഉള്ളിൽ തന്നെ നിന്നതുകൊണ്ട് വലിയ കാവൽ അല്ലാഹു നിങ്ങൾക്ക് തന്നു. അതിനാണ് ദിക്ർ ചൊല്ലിയിട്ട് വട്ടം വരച്ചു തന്നത്. അതിനെങ്ങാനും നിങ്ങൾ പുറത്ത് കടന്നിരുന്നുവെങ്കിൽ അവര് കഷ്ണം കഷ്ണമാക്കി പറിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ, കാണാത്ത ലോകത്തേക്കല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. വനാന്തരങ്ങളിലേക്കാണ് പോയത്. ജിന്നുകൾ ഖുർആൻ കേട്ടിട്ട് വലിയ സന്തോഷം അവർ പ്രകടിപ്പിച്ചു. അവരുടെ ആളുകളിലേക്ക് പോയിട്ട് ഖുർആനിന്റെ സന്ദേശം കൈമാറി. ഖുർആൻ കേട്ടപ്പോ ബാക്കിയുള്ള ആൾക്കാർ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ജിന്നുകൾ വന്നു, സംസാരിക്കുന്നു. അങ്ങനെ ഓരോ ഗോത്രങ്ങൾ വരുന്നു. മനുഷ്യന്മാരെ പോലെ തന്നെ ജിന്നുകളും വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത കുടുംബങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളും ഉണ്ട്. അതാ ഒന്ന്. മക്കളെ, അടുത്തന്നെ അതാ ഒരൊറ്റ അടി, അതിന്റെ തലക്കൊരടി എടുത്താൽ മതി. പോകുന്നു. ജിന്ന് കൊടുത്തന്നെ വന്നോ? അല്ലാഹു അലം. അതാ റെഡി. ഇതേലേ? ഇരിക്കി. അപ്പോ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, രാത്രിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, രാത്രിയിൽ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ, കാര്യങ്ങൾ വന്നേക്കാം. പക്ഷേ പേടിപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ
ഒരു മോചനം കിട്ടാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. രാത്രി മുന്നിട്ട് വന്നാൽ പകല് അസ്തമിച്ചു കഴിഞ്ഞ് ഒരു മറ അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്. രാത്രി എന്ന് പറയുന്ന ഒരു മറ. ആ മറയിൽ ഒരുപാട് നന്മകൾക്ക് പകരം ഒരുപക്ഷെ പല തിന്മകളും പൊങ്ങിയെന്ന് വരും. രാത്രി എന്ത് നന്മ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നൽകുന്ന ഒരു സുവർണാവസരമാണ്. പകലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാത്രി തന്നെ ഒന്ന് മറഞ്ഞാൽ സംഭവിച്ചേക്കാവുന്ന കെടുതികൾ പലതും ഉണ്ട്. മനുഷ്യന്മാരിൽ നിന്ന് തന്നെ കണ്ടില്ലേ നിങ്ങൾ, രാത്രി സമയത്ത് കണ്ടില്ലേ നിങ്ങൾ, പ്രത്യേകം വാച്ച് ചെയ്തുകൊണ്ട് കാവൽക്കാരും പോലീസുകാരും പലരെയും പിടിക്കുന്നത്. നഊദുബില്ലാഹ്, എത്രയാണ് മദ്യപാനികളും മയക്കുമരുന്നിന്റെ ആളുകളും വർദ്ധിച്ചു വരുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം ശ്രദ്ധിക്കണം ഉപ്പമാരെ, ഉമ്മമാരെ. ആവശ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് പണം കൊടുക്കുന്നതിന് പകരം ആവശ്യം നിർവഹിച്ചുകൊണ്ട് സാധിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് അതാണ്. നേർക്ക് നേരെ കയ്യിൽ പണം കൊടുത്താൽ ഒരു പക്ഷേ അത് വേറെ ഏതെങ്കിലും മാർഗത്തിൽ ഒഴുകിപ്പോകുമോ എന്നുള്ളത് കൊണ്ട് ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് വിഷയങ്ങൾ അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുകയും പൂരിപ്പിച്ചു കൊടുക്കുകയുമാണ് നല്ലത്. സ്വന്തമായിട്ടൊരു ചെറിയ കാശ് കയ്യിൽ വരുമ്പോഴേക്ക് കൂട്ടുകാരോ അല്ലെങ്കിൽ അതുപോലെ ആളുകളോ മറ്റു പലതിനും പിന്നിൽ ഒളിയിരുന്നു കൊണ്ട് പിടിക്കപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ ഏറ്റവും അപകടകരമായ അവസ്ഥയിലാണ് ഉള്ളത്. സംഗതി ഭക്ഷണം കഴിക്കാനാന്നും പറഞ്ഞു പോയി, തിരിച്ചു വരുന്ന സമയവും ഭക്ഷണം കഴിക്കാൻ പോയതും അതെല്ലാം വാച്ച് ചെയ്യുന്ന നല്ലൊരു സംഘം നിരീക്ഷിച്ചു നോക്കുമ്പോ ഭക്ഷണമോ വെള്ളമോ കുടിക്കുന്ന പതിവല്ല കാണുന്നത്. മനുഷ്യന്റെ വായിലേക്ക് ഒരിക്കലും ഒഴിക്കാൻ പറ്റാത്ത നജസ്, അതേ അത് ഒഴിച്ചുകൊണ്ട് ശരീരത്തിന്റെ അന്തർഭാഗങ്ങൾ മുഴുവനും വല്ലാത്ത രോഗങ്ങൾക്ക് വിധേയപ്പെടുത്തുകയാണ്. എത്രമാത്രം വലിയ രോഗങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ, ചെറുതും വലുതുമായ രോഗങ്ങൾക്ക്. അതേ കുടിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഒരു ചെറിയ സുഖം അനുഭവിക്കുന്നു. സുഖം എന്നവര് പറയുന്നു, രസം എന്നവര് പറയുന്നു. അതിൻ്റെ കേടുകൾ ചിന്തിച്ചു നോക്കുമ്പോ അതിനേക്കാളും വലിയൊരു മുസീബത്ത് ലോകത്ത് വേറെയില്ല. അത്രമാത്രം വലിയൊരു മുസീബത്ത് പടർന്നു പിടിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ നന്നായി ശ്രദ്ധിക്കണം. പലതിൻ്റെയും പേരിലാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്നത്. ഉപ്പമാരെ, ഉമ്മമാരെ, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഫ്രീഡം നൽകിയിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇതിന് ഉപയോഗപ്പെടുത്തുന്നതായി കേൾക്കുന്നു. പലരും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. നഊദുബില്ലാഹ്. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും ഒരു ചെറിയ ഫ്രീഡം കിട്ടിയാൽ കുടുംബക്കാരോ നാട്ടുകാരോ ചോദിക്കുന്നവരോ പറയുന്നവരോ ആയി ആരും ഇല്ലാത്ത ഒരു ഘട്ടം കിട്ടിയാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നു കൂട്ടുകാരികളുടെ കൂടെ. അതൊരു പക്ഷേ സബബാകുന്നതൊരു യാത്രയായിരിക്കും. അതിന് പേര് പഠനയാത്ര എന്നോ വേറെന്തെങ്കിലും യാത്ര എന്നോ ആയിരിക്കും. ഒരു ചെറിയ അവസരം കിട്ടുമ്പോഴേക്ക് അതാ ഉപയോഗിച്ച് കളയുന്നു. അത്രയും വ്യാപകമായി പരന്നിട്ടുണ്ട്. വളരെ കരുതലോടെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. നല്ലവണ്ണം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ചെറിയ തലം മുതൽ വലിയ തലം വരെ നന്നായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ വേണ്ടി രക്ഷിതാക്കൾ കുടുംബസമേതം ഈ വക വികൃതികൾക്കോ മറ്റോ കാരണമാക്കാത്ത വിധം യാത്ര പുറപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു മാർക്കോ മറ്റോ നേടിയെടുക്കാനാണെങ്കിൽ അതിന് വേറെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് നല്ലത്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് വർദ്ധിച്ചു വരികയാണ്. ഒരു സ്കൂളിൽ നിന്നൊരു പഞ്ചായത്തിൽ നിന്ന്
ഇഷ്ടം പോലെ ആളുകളല്ലേ, വിവിധ തരം കൂട്ടുകാരെയല്ലേ കിട്ടുന്നത്. അന്ന് വരെ നല്ല നിലക്ക് ഭക്ഷണം കഴിച്ച്, ഹലാലായ നിലക്ക് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് നടന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി ഒരു 3 ദിവസത്തെ കൂട്ടുകെട്ടിനുള്ളിൽ മദ്യം നുണയുന്നു, മയക്കുമരുന്നിന് അടിമപ്പെടുന്നു. സംഗതി പിന്നീട് പുറത്തറിയുന്നത് എപ്പോഴാണെന്നറിയോ? 10 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട്. അത്രയും സ്വകാര്യതയിൽ ഇതങ്ങനെ കൊണ്ടു നടന്നു, സുരക്ഷിതമായി ഉപയോഗിച്ചു, സൂക്ഷിച്ച് നടന്നു. ഒരു ഘട്ടത്തിൽ അതിന് വേണ്ട വിഷയങ്ങളൊന്നും ഒപ്പിച്ച് കിട്ടാതിരുന്നപ്പോ, പ്രത്യേകിച്ചൊരു മെന്റൽ ബാധിച്ച രൂപത്തിലായി, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് വാപ്പയും ഉമ്മയും. അപ്പോഴാണ് അറിയുന്നത് ആളിതിന് അടിമപ്പെട്ടിട്ട് 10 വർഷമായി. കുടുംബക്കാരൊക്കെ നല്ല ഒരു കുടുംബ ജീവിതം അന്വേഷിച്ചുകൊണ്ട് പല ഭാഗത്തും തെരച്ചിൽ നടത്തുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിന് ചെറിയ പ്രായം, 21, 22 വയസ്സ് പ്രായം. പഠനങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കും അവളെ വേണ്ട, ഒരു പുരുഷനും അവളെ വേണ്ട. ഹോസ്പിറ്റലിൽ നിന്നൊരു ചെറിയ വാർത്ത ഒരാൾ അറിഞ്ഞിട്ട് സഹോദരങ്ങളെ അതങ്ങ് പ്രചരിച്ചു പോയി. ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്തിനാണ് എന്നൊരു വിവരം ചോദിച്ചപ്പോ ഒരു പെണ്ണ് അറിയാതെ പറഞ്ഞുപോയി എന്തോ ഒരു മയക്കിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന്. അതോടുകൂടെ ജീവിതം തകർന്നുപോയി. സുബ്ഹാനമൻ ജല്ല ജലാലുഹു. വിശദമായി രക്ഷിതാവ് അന്വേഷണം നടത്തിയപ്പോ 8 വർഷം മുമ്പ് നടത്തിയൊരു പഠനയാത്രയിൽ തന്റെ കൂടെയുള്ള കൂട്ടുകാരി കൈമാറിയത്, ഒഴിവ് കിട്ടുന്ന ഒരു നേരത്തൊരു പാറയിൽ നിന്ന് പതുക്കെ ഇരുന്നിട്ടൊന്ന് വലിച്ചൂതിയപ്പോ ഒരു ചെറിയ ആനന്ദം കണ്ടപ്പോ അതിൽ കുടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. എത്രമാത്രം വലിയ വിപത്താണെന്നറിയുമോ? രാത്രിയും പകലുമൊക്കെ എത്രയാ ഈ രൂപത്തിലുള്ള ആളുകൾ പിടിക്കപ്പെടുന്നത്, എത്രയാ അപകടങ്ങൾ നടക്കുന്നത്, എത്രമാത്രമാണിത് വ്യാപിച്ചിരിക്കുന്നത്, നിയന്ത്രണം ഇല്ലാതെ എത്രയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. അപ്പോഴാണ് ബാക്കിയുള്ള രക്ഷിതാക്കളൊക്കെ അവരെ മക്കളെ പറ്റി ചിന്തിച്ചത്. പലരും അപ്പോഴാണ് മേൽപോട്ട് നോക്കുന്നത്. അവരോടൊക്കെ ആ നാട്ടിലെ ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കളുടെ ഭാവി തകർക്കാനും നശിപ്പിക്കാനുമായിട്ട് നല്ലൊരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം നിങ്ങളെ മക്കളെ സുഖിപ്പിക്കലോ മറ്റോ അല്ല, ബിസിനസ് മാത്രമാണ്. അവർക്ക് കാശ് കിട്ടിയാൽ മതി. കാശ് കിട്ടാൻ ഏതെങ്കിലും ഒരാള് ഒരു ടൈമിലൊന്ന് നോക്ക്, നിനക്ക് പറ്റൂലെങ്കിൽ നീ വിട്ടേ എന്നൊരു ഉപദേശം കൊടുത്തപ്പോഴേക്ക് ഒരാൾ ആരുമില്ലാത്ത നേരല്ലേ, ഒന്ന് നോക്കുക. അതൊക്കെയല്ലേ ഇപ്പൊ ജീവിതത്തിലെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഒന്ന് അടിച്ചു നോക്കിയപ്പോ പിശാച് അവന്റെ തലയിൽ കയറുന്നത്. എന്തൊരു സ്വാദ്! നാട്ടിൽ നിന്ന് എവിടുന്നും ഒരു ഇളനീർ ജ്യൂസ് കുടിച്ചാൽ പോലും കിട്ടൂല. ഏറ്റവും നല്ല വിലപിടിപ്പുള്ള ഏത് ജ്യൂസ് ഇന്ന് 500 രൂപ കൊടുക്കുന്ന കിട്ടുന്ന ജ്യൂസാണെങ്കിലും ഈ രുചിയിലെത്തൂല. അവന്റെ മനസ്സിൽ അതിന് സ്ഥാനം പിശാച് നൽകിയതോടുകൂടെ ഈ ഒരു ഷർറിലായിട്ട് അവന്റെ ജീവിതം മൊത്തം തുലഞ്ഞു. ഒരു യാത്ര, ഒറ്റ യാത്ര, പേര് പഠനയാത്ര. കിട്ടിയത് പഠനവും അല്ല, മാർക്കും അല്ല, ജീവിതത്തിന്റെ സംസ്കാരം മുഴുവനും പോയി. കൊണ്ടുവന്ന ആള് ചെലവാക്കി അവരിൽ നിന്നൊക്കെ ഏകദേശം ഓരോരുത്തരിൽ നിന്ന് 150, 200 വാങ്ങി അയാൾ കിട്ടേണ്ട ലാഭവും കച്ചവടത്തിന്റെ ഒക്കെ കിട്ടി. അത് സുഖമായിട്ട് കിട്ടി. ബാക്കിയുള്ളവർ ഓരോരുത്തർ ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി മാറി. സുബ്ഹാനല്ലാഹ്, എത്രയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഉപ്പമാരോട് ഉമ്മമാരോട് വളരെ ജാഗ്രതയിൽ, വളരെയധികം ശ്രദ്ധിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് പേരിട്ട് വിളിച്ചിരിക്കുന്ന പേര് തന്നെ ഉമ്മുൽ ഖബായിസ് എന്നാണ്.
ഖംറിന് നബി തങ്ങൾ പേരിട്ടത് ഉമ്മുൽ ഖബായിസ് എന്നാണ്. എല്ലാ വൃത്തികേടുകളുടെയും മാതാവ് എന്നാണ് അതിന്റെ പേര്. ഇജ്തനിബൂ ഉമ്മൽ ഖബായിസ്. അത് നുണഞ്ഞ് അതിന് അഡിക്റ്റായോ വേശ്യാവൃത്തി ആളിൽ പെട്ടെന്ന് വരും. തസ്കര സ്വഭാവം വരും, അക്രമ സ്വഭാവം വരും, വഞ്ചനയുടെ വിവിധ രൂപഭാവങ്ങൾ വരും. സ്വന്തക്കാരെയും കുടുംബക്കാരെയും വഞ്ചിക്കുന്നത് എളുപ്പത്തിൽ വരും. അങ്ങനെ തുടങ്ങിയുള്ള നീചവൃത്തികൾ ഏതെല്ലാം ഉണ്ടോ മുഴുവനും ശരീരത്തിൽ അള്ളിപ്പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഇജ്തനിബുൽ ഖംറ ഇജ്തനിബൂ ഉമ്മൽ ഖബായിതി. എല്ലാ വൃത്തികളുടെയും മാതാവായ ഖംറിനെ വർജിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാരണം, നിങ്ങൾ നോക്ക്, ഒരു മാസത്തിനിടയിൽ 2 മാസത്തിനിടയിൽ രാത്രി സമയത്ത് നടത്തിയ പട്രോളിങ്ങിൽ എത്രയാണ് പിടിക്കപ്പെട്ട ആളുകളെ ഒന്ന് വിലയിരുത്തി നോക്കൂ സഹോദരങ്ങളെ. ഒരു വർഷത്തെ കണക്ക് വരുമ്പോ എത്രമാത്രം വലിയ സങ്കടകരമാണ് ഉണ്ടാകുന്നത്. നിയന്ത്രിക്കേണ്ട മേഖലകൾ പൂർണ്ണമായും നിയന്ത്രിക്കണം, സൂക്ഷിക്കേണ്ട മേഖലകൾ പൂർണ്ണമായും സൂക്ഷിക്കണം. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മക്കൾക്ക് അക്കൗണ്ട് തുറന്നു വെച്ച ബാപ്പമാരുണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് ആവശ്യമാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. സ്വതന്ത്രമായി അക്കൗണ്ടുകളും മറ്റും തുറക്കുമ്പോ ഈ സംഗതികൾക്ക്, വിൽപ്പനകൾക്കും വാങ്ങലുകൾക്കുമൊക്കെ എളുപ്പമായ മാർഗം മറ്റൊരു ഭാഗത്ത് തുറക്കപ്പെടും. അതുകൂടി ശ്രദ്ധിക്കണം, അതുകൂടി സൂക്ഷിക്കണം. ഇപ്പെല്ലാം ഓൺലൈൻ ബിസിനസ് ആണല്ലോ. ഓൺലൈൻ ബിസിനസ് മുഖേന ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ വാങ്ങാൻ ആളുകളുള്ള പൊടിപൊടിക്കുന്ന കച്ചവടമായിട്ട് ഇത് മാറുകയാണ്. നഊദുബില്ലാഹ്. അതിന്റെ ദുരിതവും ദുരന്തവും അനുഭവിക്കുന്നവർ 1ഉം 2ഉം 10ഉം 20ഉം 30ഉം കുടുംബാംഗങ്ങളല്ല, ഇഷ്ടം പോലെയുണ്ട്. ഉപ്പമാരെ, ഉമ്മമാരെ, എത്രയോ ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട് മക്കളെ വേർപിരിഞ്ഞ് ജീവിക്കാൻ പോലും പ്രായമാകാത്ത ബാപ്പയും ഉമ്മയും മക്കളുടെ ശല്യം കാരണം സഹിക്കാൻ കഴിയാതെ വേർപിരിഞ്ഞ് ജീവിതം നയിക്കുന്നവര് വരെയുണ്ട്. മകനെയും മകളെയും വേണ്ടാന്ന് കരുതിയിട്ട് ഇതുവരെ താമസിച്ചിരുന്ന വീടൊക്കെ അവർക്ക് കൊടുത്ത്, എഴുതി കൊടുത്തതല്ല, അവർ നിന്നോട്ടേന്ന് കൊടുത്ത് ബാപ്പയും ഉമ്മയും വാടക കോട്ടേഴ്സിലേക്ക് വേറെ മാറിയിട്ട് സ്വസ്ഥായിട്ടൊന്ന് ജീവിച്ച് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കിടന്നുറങ്ങാലോ എന്ന് കരുതിയിട്ട് മാറിയതാ. കാരണം രാത്രി സമയത്ത് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വ്യത്യസ്ത രൂപത്തിൽ വരുന്നതിൽ അവർക്ക് രാത്രി വരുന്ന മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ഈ 2 മക്കളാ. ആ മക്കൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫിറ്റായി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞ പാപ്പാന്റെ മണ്ടയും കായും ഉമ്മാന്റെ മണ്ടയും കായും. എന്നും ഇങ്ങനെ മണ്ട കാഞ്ഞിക്കാൻ ആർക്കാ നേരം ഉണ്ടാകുക? അത് ശരി, അവരെ തലക്കൂല്ലേ വേദന, അവരെ ശരീരത്തിനുള്ള വേദന, അതൊരു മനുഷ്യ ശരീരം തന്നെയല്ലേ. ആ ഒരു പരുവത്തിലേക്ക്, പരിതസ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. രാത്രിയായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേടിയെന്ന് വെറുതെ പറഞ്ഞതല്ല. ചില കുടുംബങ്ങളിലൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ പേടി കൂടുകയാണ്. ഇന്ന് ഏത് രൂപാകുമ്പോൾ പടച്ചവനെ സ്വീകരിക്കേണ്ടി വരിക എന്നുള്ള പേടിയാണ്. രാത്രി കണ്ടില്ലേ നിങ്ങൾ? ചിലയിടങ്ങളിലൊക്കെ കൂത്താട്ടം നടക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു സുന്നത്ത് കല്യാണം, ഒരു സുന്നത്തായ കല്യാണമില്ലേ ഒരു മുസ്ലിമിന്റെ കല്യാണം, അതിന്റെ പേരിൽ രാത്രി നടക്കുന്ന കൂത്താട്ടം, നഊദുബില്ലാഹ്. അവിടെയും ഉപ്പമാരെ കറക്ക് കമ്പനിയെ തമ്പടിക്കാനയക്കരുത്. മകന്റെ കല്യാണമാണെങ്കിലും ശരി, മകളെ കല്യാണമാണെങ്കിലും ശരി, ബാപ്പക്കും ഉമ്മക്കും ഉള്ള റോള് എന്നും അവർ ഉപയോഗിക്കണം. ഇപ്പൊ അടുത്ത് മദ്യപിക്കാൻ പുതിയാപ്പള കാശ് കൊടുക്കാത്തതിന്റെ പേരില് കല്യാണത്തിന് വന്ന അവിടെ നിർത്തിയിട്ട എല്ലാ വാഹനത്തിന്റെയും കാറ്റൊഴിച്ചു. കാശ് കിട്ടാത്തതിന്റെ ദേഷ്യം തീർത്തത് ആരാന്റെ വണ്ടിക്കാണ്.
ഇങ്ങനെ ഉണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ചോക്കാൻ. നിസ്സഹായനായിട്ട് നിൽക്കാനല്ല വാപ്പാനോട് പറഞ്ഞത്, അദബ് പഠിപ്പിക്കേണ്ട ചെറിയ തലം തൊട്ട് മുതൽക്ക് തന്നെ അദബും ശിക്ഷണവും നൽകിയിട്ട് പഠിപ്പിക്കണം. അങ്ങനെ മക്കൾ വളരാവൂ. പെട്ടെന്ന് വളർന്നിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം മകളിലൂടെ പ്രതീക്ഷിക്കാനല്ല മക്കളെ വളർത്താൻ പറഞ്ഞത്. നല്ല അദബുള്ളൊരു സമൂഹമായിട്ട് അവരെ വളർത്തിയെടുക്കണം. അതിന് കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ ആ അദബിലും ശിക്ഷണത്തിലും ആയിട്ട് തന്നെ പോറ്റി വളർത്തി വരണം. എങ്കിലേ പ്രായത്തിൽ അത് കിട്ടുള്ളൂ, പറഞ്ഞാലത് കേൾക്കുള്ളൂ. പിന്നെ ഇതിനെ പറയാൻ പേടി. അവന്റെ സമ്പത്ത് കൊണ്ട് പേടിക്കരുത്. ഞാനാണ് വാപ്പയെങ്കിൽ ഞാൻ പറയും പോലെ കാര്യങ്ങൾ അതിന്റെ യഥാവിധി നീ നടത്തുമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇഷ്ടം പോലെ ഓഡിറ്റോറിയങ്ങൾ, കോൺഫറൻസ് ഹാളുകളുടെ എവിടെയും പോയി നടത്താം. കൈയൊഴിച്ചു വിടണം ബാപ്പമാരെ, ഉമ്മമാരെ. അതിന് പറ്റുന്ന പക്വതയിലാകണം മക്കളെ വളർത്തേണ്ടത്. എന്നിട്ട് ബാപ്പ നിസ്സഹായനായതാണ്. മോനോട് എന്ത് പറയാനാണ്? അവനോട് ഞാനൊന്നും പറഞ്ഞാൽ കേൾക്കൂല. എന്താ ഒന്നും പറഞ്ഞാൽ കേൾക്കാത്തത്? അവന്റെ സമ്പത്തിന് ബാപ്പ അടിമപ്പെട്ടു പോയി. ഒരൊറ്റ മകന്റെ സമ്പത്തിനും ബാപ്പാരെ അടിമപ്പെട്ടു പോകാൻ പാടില്ല. കോടി പ്രഭു ആണെങ്കിലും ശരി, മകൻ മകനായി നിൽക്കണം, മകള് മകളായിട്ട് തന്നെ നിൽക്കണം. എന്ന് മാറാൻ പാടില്ല. കോടിയാകുമ്പോഴേക്ക് ബാപ്പ മകനും മകന് വാപ്പിയാകരുത്. അങ്ങനെ ആയാൽ പിന്നെ ആ ജീവിതത്തിന് അർത്ഥമല്ല. അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാ വാപ്പാക്ക് പറയാൻ പേടി. എന്തിനാ പേടിക്കുന്നത്? ആ അന്തസ്സിലും ആ രൂപത്തിലും ഭാവത്തിലും വളർത്തണം. രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുടുംബക്കാർ മുഴുവനും അവരവരെ വീടുകളിലേക്ക് പോകാൻ നോക്കുമ്പോ വാഹനമല്ല, എല്ലാ വാഹനത്തിന്റെ കാറ്റൊഴിച്ച് അക്രമം നടത്തിപ്പോയി. അന്വേഷിച്ച് നോക്കുമ്പോ ഇതിന് മങ്കൂർനിക്ക് കാശ് കിട്ടാത്തതിന്റെ പേരില്ല. അതിന് പുതുമാരൻ കാശ് കൊടുത്തില്ല എന്നുള്ളതാ പരാതി. പുതിയാപ്പിള ആദ്യം അവനെ രണ്ടടിയടിക്കണം. ഈ കറക്ക് കമ്പനിന്റെ കൂടെ ഏതെങ്കിലും സദസ്സിൽ പോയിട്ട് സംബന്ധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാവും ഇങ്ങോട്ട് വരാൻ കാരണം. അല്ല വരൂല. വന്നവരല്ല ആദ്യം അടിക്കേണ്ടത്. ആദ്യം നാളെ കെട്ടാൻ പോകുന്നവരല്ലേ, അവൻ ആദ്യം അടി കൊടുത്ത് പഠിപ്പിക്കണം. ആദ്യം നല്ല അഥവാ ആദ്യം പഠിപ്പിക്കണം, മേലാൽ ജീവിതത്തിൽ ഉണ്ടാകാത്ത വിധം. അവരെ കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇവൻ പോയി ഷെയർ ചെയ്യാതെ അവരിങ്ങോട്ട് വരൂല. അങ്ങനെയാണ് ഇവിടെ മുസ്ലിംമാരെ കല്യാണത്തിലൊക്കെ ബാക്കിയുള്ള ആൾക്കാരെ ഒന്ന് ചോദിക്കണ്ടേ, ശരി ഞങ്ങൾക്ക് ഒരു 500 ഞങ്ങളൊന്ന് പോയി കുടിച്ചു പറ്റേ, നിങ്ങൾ കിട്ടണം, ആരും കിട്ടണം, അങ്ങനെ ഒന്ന് ചോദിക്കണേ, ഞങ്ങൾക്ക് ഒരു 1000 തരും, ഞങ്ങളൊന്ന് പോയി ഇതാക്കി പറ്റേ. കാസേറിന്റെ കാലോണ്ടേക്ക് അവിടെ നിന്ന് അടിയിട്ടരും. അതുകൊണ്ടാണ് നമ്മളെ മക്കൾ ആദ്യം നമ്മൾ നിലക്ക് നിർത്താത്തോണ്ടാണ് ഈ രൂപം വന്നത്. എത്ര ആളുകൾക്കാണ് ഇടങ്ങേറുണ്ടായിത്തീരുന്നത്. രാത്രി എന്ന് പറയുന്നത് എന്ന ആയത്തോതുമ്പോൾ പരിസരത്ത് ഇങ്ങനെ നടക്കുന്നു ഒരു കല്യാണം. ആ കല്യാണത്തിന് കൊണ്ടുപോകുന്ന സൗണ്ട്സിന്, സെറ്റിങ്സിന് ഈ ഒച്ച മതിയാവൂല. മതിയാവോ? മതിയാവില്ല. അതാ പറഞ്ഞു മതിയാവില്ല. നിങ്ങളൊന്ന് ആലോചിക്കാണ്. ഒരൊറ്റ മനുഷ്യൻ അതുകൊണ്ട് ഇടങ്ങേറുണ്ടായാല് പോയില്ലേ ആ സംഗതികൾ മുഴുവനും. ഒരാൾക്ക് ഇടങ്ങേറുണ്ടായാൽ എത്ര പ്രായം ചെന്ന ആൾക്കാർ, എത്ര ചെറിയ കുട്ടിയെ ഉറക്കാൻ കിടത്തുന്ന ഉമ്മമാര്, ചെറിയ കുട്ടികൾക്ക് പാലെടുത്ത് ഉറക്കാൻ കിടത്തുന്നവര്, എത്ര പ്രായമുള്ളവര്, എത്ര അസുഖബാധിതരായ ആൾക്കാർ. ബുദ്ധിമുട്ടാക്കാൻ പാടില്ല, ഒരാളെ ഇടങ്ങേറാക്കാൻ പാടില്ല. അതിനെന്തൊരു പേരുമില്ല, എന്ത് സെറ്റാണ്? അതന്നെ DJ. ഇനി വേറെ എന്തെങ്കിലും പേരിടാന്നല്ല. എന്നിട്ട് മുട്ടും കൊട്ടും കരവയും പാടില്ല. പാകത്തിന്, പാകസമയത്ത് പാകത്തിന്. ഉള്ളാക്കിട്ട് ഓവറായ സൗണ്ടിലാണെങ്കിൽ അതേതും പാടില്ല. മധുഹാണെങ്കിൽ പോലും ശബ്ദം ഓവറാകാൻ പാടില്ല. പാകത്തിന്. മധുഹൊക്കെ അതിന്റെ പാകത്തിന് നടക്കും. ഉസ്താമാരൊക്കെ വന്ന് പാകത്തിന് ദ്വാരന്ന് പോവും. പിന്നുള്ള കുട്ടിക്കലാശ തയ്ച്ചുകൂടാത്തത് പാടില്ല, അനുവദിക്കാൻ പാടില്ല.
രക്ഷിതാക്കൾ അവിടെ അതിനുവേണ്ടി അതിൻ്റെ മട്ടത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ പഴയ കാലത്ത് ഒരു കുടുംബത്തിൽ ആ രൂപത്തിൽ പറയാൻ പറ്റുന്ന നല്ല ചങ്കൂറ്റുള്ള ഏതെങ്കിലും ഒരു രക്ഷിതാവ്, ഒരു വാപ്പുണ്ടാകും. ആ ഒരു വാപ്പാക്കുള്ള ദീർഘായുസിനായിരിക്കും എല്ലാവരും ദ്വാരക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നന്മ കാരണം ആ കുടുംബം മൊത്തം ആ വഴിയിൽ നല്ല മട്ടത്തിൽ പോകും. ഇപ്പൊ ആ പരിസരത്തുകാരും വരുന്നില്ലല്ലേ, എല്ലാവരോടും ഉറങ്ങാൻ പറയണം. നിങ്ങളൊക്കെ ഉറങ്ങിക്കൂടി, നേരം വെളുക്കുമ്പോൾ സുബൈൻ്റെ മുമ്പ് വിളിക്കാം, ഞങ്ങൾക്ക് ഇവിടെ സ്വകാര്യ ചില പരിപാടി ഉണ്ട്. അങ്ങനെ ഒരു സ്വകാര്യ പരിപാടിക്ക് ഒതുക്കാൻ പാടില്ല. അവിടെ എല്ലാവരും പങ്കെടുത്ത പരിപാടി തന്നെ മതി. ഇതിനാ പിന്നെ ഒരു കുട്ടിക്കലാശം അവിടെ അത് പാടില്ല. ഇടങ്ങേറുണ്ടാക്കാൻ പാടില്ല. മറ്റുള്ളവർ കണ്ടിട്ട് അറുപ്പും വെറുപ്പും തോന്നുന്ന രീതിയിൽ എന്തൊക്കെയോ സംസ്കാരങ്ങൾ എവിടുന്നൊക്കെയോ കെട്ടിക്കൂട്ടിയത് കടമെടുത്ത് കൊണ്ടുവന്നിരിക്കാം. അതൊന്നും ഒരു മുസ്ലിമിന്റെ കല്യാണ രാത്രിയോടും മറ്റും ചേർന്നതല്ല. അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചൊരു ഭംഗിയായ രൂപഭാവങ്ങളുണ്ട്, അതിലൂടെ മാത്രം നിർവഹിക്കേണ്ടതാണ്. അതിലപ്പുറം ഒന്നും പാടില്ല. രാത്രി സമയത്ത് രാത്രിയിൽ ഉണ്ടായിത്തീരുന്ന എല്ലാ അക്രമങ്ങളിൽ നിന്നും കാവൽ അള്ളാഹുവിനോട് ചോദിക്കുന്നു. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്ന മന്ത്രവാദിനികളുടെ കെടുതിയിൽ നിന്നും കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ഉമ്മമാരെ നഫാസാത്ത് എന്നുള്ള പെണ്ണുങ്ങളെയാണ് അവിടെ പ്രയോഗിച്ചത്. കാരണം ഈ സൂറത്ത് ഇറങ്ങാൻ കാരണമായതിന്റെ പിന്നിൽ ചില പെണ്ണുങ്ങളുണ്ട്. അന്നും ഇന്നും ആ രൂപത്തിൽ പെണ്ണുങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മന്ത്രവാദിനികൾ, സിഹ്ർ ജൽപ്പിക്കുന്നവർ, പിശാചിന്റെ സേവ കൂടിയിട്ട് ജൽപ്പനം നടത്തുന്നവർ, മന്ത്രിച്ചൂതുന്നവർ, അത്തരത്തിലുള്ള ഊത്തൊക്കെ കേടായ ഊത്താണ്. സിഹ്റിന്റെ ഊത്തും ശൈത്താനീയത്തിന്റെ ഊത്തും ഇസ്ലാം അംഗീകരിച്ചതല്ലല്ലോ. മന്ത്രിച്ച് ഊതുന്നത് ഈ പറഞ്ഞതിന് എതിരല്ല. മന്ത്രിക്കണം, മന്ത്രിച്ചു ഊതണം. അത് ലോകത്ത് പഠിപ്പിച്ചതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായും പഠിപ്പിച്ചതാണ്. തർക്കമില്ലാത്ത രൂപത്തിൽ സ്ഥിരപ്പെട്ട വിഷയവുമാണ്. ഈ ആയത്തിൽ പറഞ്ഞ മന്ത്രവാദിനികൾ സിഹ്ർ ചെയ്യാൻ വേണ്ടി മന്ത്രിച്ചൂതിയവരാണ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതിയവരാണ്. ആർക്ക് സിഹ്ർ ചെയ്യാന്? ഈ സൂറത്തുകൾ ഇറങ്ങാനുള്ള കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജൂതനായ ലബീദ് സിഹ്ർ ചെയ്തല്ലോ. ജൂതന്മാര് മുഴുവനും ലബീദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ലബീദേ, നിനക്ക് വേണ്ടത് ഞങ്ങൾ തരാം. ഖൈബറിൽ നിന്ന് മടങ്ങി വന്ന, ഹുദൈബിയയിൽ നിന്ന് മടങ്ങി വന്ന ജൂതന്മാര് ലബീദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഹുദൈബിയയിൽ നിന്ന് മടങ്ങി വന്ന ജൂതന്മാര് ലബീദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലബീദ് ഇബ്നുൽ ആസമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വലിയ സാഹിറാണ് ഇയാള്, നീ ഒരു കാര്യം ചെയ്യണം. ഞങ്ങളുടെ കൂട്ടത്തിൽ വല്ലാതെ സിഹ്ർ ചെയ്യുന്ന ആളാണല്ലോ നീ, സിഹ്റിൽ നല്ല പ്രാവീണ്യമുള്ള ആളാണല്ലോ. ഞങ്ങൾക്കെല്ലാവർക്കും മുഹമ്മദ് സിഹ്ർ ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നുണയാണ്, അപ്പറഞ്ഞ വാക്ക് നുണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും സിഹ്ർ ചെയ്തിട്ടില്ല, തങ്ങളാർക്കും സിഹ്ർ ചെയ്തിട്ടില്ല, ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ലബീദ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞൊപ്പിച്ചൊരു സംഗതിയാണ് ജൂതന്മാരത്. അതുകൊണ്ട് നീ സിഹ്ർ ചെയ്യണം, നിനക്ക് വേണ്ടി പാരിതോഷികങ്ങളൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ദീനാർ അവരെല്ലാവരും സംഘടിപ്പിച്ച് ലബീദ് ഇബ്നുൽ ആസമിന് കൊടുത്തു. ലബീദ് ആ കൃത്യം ഏറ്റെടുത്തു. ലബീദ് എന്ത് ചെയ്തു എന്നറിയോ? ദീനാറും വാങ്ങിയിട്ട് നേരെ ലബീദ് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന യഹൂദിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു, ഒരു ജൂത കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെ സമീപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് സ്വീകരിക്കാൻ എന്ന തരത്തിൽ ചോദിച്ചു വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാരുന്ന ചീർപ്പ്, ഏത് ചീർപ്പിലുണ്ടാകുമല്ലോ 1, 2, 3 മുടികളൊക്കെ, ആ മുടികൾ ഇദ്ദേഹം പതുക്കെ കൈക്കലാക്കി. സുബ്ഹാനല്ലാഹ്, ആ മുടിയും അതുപോലെ തന്നെ ചീർപ്പിന്റെ പല്ലും ഉപയോഗിച്ച് മെഴുക് മറ്റുമൊക്കെ ചേർത്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവൻ സിഹ്ർ ചെയ്തു വെച്ചു. ആ സിഹ്ർ ചെയ്തു വെച്ച സിഹ്റിൽ
അതേ അമ്പിന്റെ കൂടെ ഉണ്ടാകുന്ന, അമ്പിന്റെ കൂടെ ബലത്തിന് വേണ്ടി കെട്ടുന്ന ചരട്, അങ്ങനത്തെ 11 ചരട് എടുത്തിട്ട് 11 കെട്ട് കെട്ടി, 11 കെട്ട് പ്രത്യേകം കെട്ടിയിട്ട് അത് കൊണ്ടുപോയി ബിർ അരീസിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടി. ആ കെട്ടിയ കെട്ടുകളിലൊക്കെ അവന്റെ പെൺകുട്ടികളാണ് മന്ത്രിച്ചൂതിയത്. 11 കെട്ടുകളിൽ മന്ത്രിച്ചൂതിയത് അവന്റെ പെൺമക്കളാണ്. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് വമിൻ ശർരിൻ നഫ്ഫാസാതി ഫിൽ ഉഖദി, കെട്ടുകളിൽ മന്ത്രിച്ചൂതിയ മന്ത്രവാദിനികളുടെ ഷർറിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചോ? തങ്ങൾക്ക് രോഗം ബാധിച്ചു. രോഗം ബാധിച്ചിട്ട് സാധാരണ നിർവഹിക്കുന്ന അമലൊന്നും മുടങ്ങിയിട്ടില്ല, നിസ്കാരം മുടങ്ങിയിട്ടില്ല, ദീനിന്റെ ഖിദ്മത്തുകളൊന്നും മുടങ്ങിയിട്ടില്ല. 1-2 കാര്യങ്ങളിൽ തങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ വന്നു. തങ്ങൾ ഭാര്യമാരുടെ കൂടെ കിടക്കാൻ വേണ്ടി രാത്രി ഓരോരുത്തരുടെ വീട്ടിലേക്ക് ഓരോ ദിവസം അനുസരിച്ച് പോകുമ്പോ അവരുമായി ബന്ധം പുലർത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കും. പക്ഷേ ബന്ധം പുലർത്തിയിട്ടുണ്ടാവുകയില്ല. അപ്പോഴേക്ക് തങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. ഇങ്ങനൊരവസ്ഥ ഭാര്യമാർക്കും ശരിക്ക് ബോധ്യപ്പെട്ടു പോയി. ഭക്ഷണം കഴിച്ചു എന്ന് തങ്ങൾക്ക് തോന്നും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകൂല. ഭക്ഷണം വിളമ്പിയെടുത്തുനിന്ന് തങ്ങൾ കഴിക്കാതെ എഴുന്നേറ്റ് പോകും. സുബ്ഹാനല്ലാഹ്, ഇങ്ങനൊരവസ്ഥയുണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 മാസക്കാലം ഇങ്ങനെ തുടർന്നുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട ചികിത്സകളൊക്കെ നടത്തി മുന്നോട്ട് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. മറ്റൊരു ഭാഗത്തുകൂടെ മീകായിൽ അലൈഹിസ്സലാമും ഇറങ്ങി വന്നു. 2 മലക്കുകളും 2 ഭാഗത്ത് വന്നിരുന്നു. ഒന്ന് തലഭാഗത്ത്, ഒന്ന് കാൽഭാഗത്ത് വന്നിരുന്നിട്ട് ഒരാൾ മറ്റേ ആളോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുകയാണ്. മാ വജഉർ റജുലി, ഈ കിടക്കുന്ന ആൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? മറ്റേ മലക്ക് പറയുന്നു, ഉണ്ട്. മത്ബൂബുൻ, സിഹ്ർ ബാധിച്ച് കിടക്കുന്ന ആളാണ്. അപ്പൊ ചോദിച്ചു, വമൻ തബ്ബഹു, ആരാണ് സിഹ്ർ ചെയ്തത്? ലബീദ് ഇബ്നു ആസമാണ് സിഹ്ർ ചെയ്തത്. ജൂതനായ മനുഷ്യനാണ്, അവനാണ് സിഹ്ർ ചെയ്തത്. എന്തിലൊക്കെയാണ് സിഹ്ർ ചെയ്തത്? ഫീ മിഷ്തിൻ വ മുഷാത്തത്തിൻ വ ജുഫ്ഫി തുൽഅതി നഖ്ലിൻ, ഈത്തപ്പനയുടെ ഉണങ്ങിയ കുല, ഈത്തപ്പനയുടെ ഉണങ്ങിയ ഒരു കൊല. അതെ, കാരക്ക ഉണങ്ങിയിട്ട് മരത്തിൽ നിന്ന് ഉണങ്ങിയ ഒരു കൊല എടുത്തിട്ട് ചീർപ്പിന്റെ പല്ലും ഉപയോഗിച്ച് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രൂപത്തിലായി സിഹ്ർ ചെയ്ത് വെച്ചതാണ്. എവിടെയെന്ന് ചോദിച്ചപ്പോ ദർവാൻ ഭാഗത്തുള്ളൊരു കിണറിലാണ്, ബിർ അരീസിലാണെന്ന് പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരെയും കൂട്ടിയിട്ട് ആ കിണറിന്റെ അടുത്ത് ചെന്നു. അവിടുന്ന് ആ പറയുന്ന രൂപം അവിടുന്ന് പുറത്തെടുത്തപ്പോ മെഴുകിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപഭാവങ്ങൾ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലുണ്ട് സുബ്ഹാനല്ലാഹ് ഒരു സൂചി. ആ സൂചി അതിന്റെ നടുവിലൂടെ എങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. ആ കോർത്ത് വെച്ച സൂചിയിൽ 11 കെട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് രണ്ടും ഒരുമിച്ചങ്ങ് ഇറക്കി. അത് ഓതാൻ പറഞ്ഞു. ഒന്നിൽ 5 ആയത്തും മറ്റേതിൽ 6 ആയത്തും. 5ഉം 6ഉം 11. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് ഓതിയപ്പോൾ ഇൻഹല്ലത്ത് ഉഖ്ദത്തും മിൻഹാ, ഒരു ഘട്ടം കഴിഞ്ഞുപോയി. മിനൽ ജിന്നത്തി വന്നാസ്, അവസാനത്തെ ആയത്ത് ഓതിയപ്പോൾ 11 കെട്ടും കഴിഞ്ഞുപോയി. സിഹ്റങ്ങ് ബാത്തിലായി പോയി. സിഹ്ർ ബാത്തിലാകാൻ ഏറ്റവും പ്രധാനമായും അല്ലാഹു തആല പഠിപ്പിക്കുന്ന 2 സൂറത്തുകളാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അത് രണ്ടും ഓതിയപ്പോൾ സിഹ്ർ മുഴുവനും ബാത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ക്ഷീണം മാറി. തങ്ങൾ നല്ല ഉന്മേഷത്തോടെ ആവേശത്തോടെ നടന്നുപോയി. സ്വഹാബത്ത് വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ചെയ്ത ആളെ അറിഞ്ഞല്ലോ, വ്യക്തമായി അറിഞ്ഞില്ലേ? അറിഞ്ഞു. കണക്കൂട്ടിട്ട് അറിഞ്ഞല്ല, കണക്ക് കൂട്ടിയിട്ടോ അനുമാനം കൊണ്ടോ
ഭാവിച്ചോണ്ടോ ഊഹിച്ചോണ്ടോ അറിഞ്ഞതല്ല, വ്യക്തമായി തന്നെ അറിഞ്ഞു. ആ ലബീദ് ബിൻ ആസമിന് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ, വേണ്ട. കണ്ടോ തങ്ങള്, നമ്മളെ ആൾക്കാർക്ക് ഒരാൾ എന്തെങ്കിലും ചെയ്തെന്ന് കിട്ടിയാൽ ഒരു സൂചന കിട്ടിയാൽ മതി, അയാളൊന്ന് കടത്തണം അല്ലേ, അയാൾ നിർത്തണം. എന്താണ് അയാളെ കുയിലേക്ക് ഇടണമെന്നോ? സിഹിർ ആരെങ്കിലും ചെയ്താൽ സിഹിർ ബാത്തിലാക്കാം. സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയട്ടെ, ഒരു തട്ടിപ്പിന്റെ അടുത്തും പോകാൻ പാടില്ല, ഒരു ജോത്സ്യന്റെ അടുത്തും പോകാൻ പാടില്ല, ഒരു കണക്കന്റെ അടുത്തും പോകാൻ പാടില്ല. അങ്ങനെ വസ്വാസായി നടക്കാണ് കുറെ ആൾക്കാർ. എന്തെല്ലാം വസ്വാസാന്ന് അറിഞ്ഞ, അത് പറഞ്ഞപ്പോ സമയം മതിയാകും. എന്തെല്ലാം വസ്വാസാന്ന് അറിയാം. ചിലതൊക്കെ കേട്ട് ചിരിച്ചൊരു ഭാഗത്തിരുന്നു. കുടുംബം തെറ്റിക്കാനായിട്ട് ചില ആൾക്കാർ ഇറങ്ങിയത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ ഉമ്മത്തിനെ. നാളൊരു സ്ഥലത്ത് പോയപ്പോ ഉസ്താദേ കാര്യമായിട്ട് ദ്വാരക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു. എന്താ ബുദ്ധിമുട്ട് ചോദിച്ചു. ഭയങ്കര വിഷമത്തിലാണ്. എന്താ ഞങ്ങൾക്ക് വിഷമം എന്ന് വെച്ചാൽ ദ്വാരക്കാനാ അറിയാൻ വേണ്ടി ചോദിച്ചാണ് വിഷമം എന്താണ്. അല്ല, അയാളെ വിഷമം ഒന്നായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയില്ല. അയാൾ പറഞ്ഞു, ഉസ്താദേ അപ്പുറത്തതാ അവിടെ അതിന്റെ അയൽവാസിയാണ്. അയൽവാസിയാ നല്ല തന്നെയല്ലേ, നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും പോകാം, അയാൾക്ക് എന്ത് ആവശ്യങ്ങൾക്ക് ഇങ്ങോട്ട് വിളിക്കാലോ. അയൽവാസി സുഖല്ലേ, ആവശ്യമല്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കൊക്കെ ചെയ്യാലോ. അല്ല ഉസ്താദേ, അയാളാണ് എനിക്ക് ബുദ്ധിമുട്ട്. സുബ്ഹാന ജല്ല ജലാലു, നഊദു ബില്ലാ, അയൽവാസി നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. എന്താ നിങ്ങൾ പറഞ്ഞു വെച്ചു. അതിനോട് മറ്റേ ആള് പറഞ്ഞു, നിങ്ങളെ വീട്ടിലേക്ക് ഏത് വീട്ടിൽ നിന്നാണ് ഉറുമ്പ് വരുന്നത് അവിടുന്നാണ് കാര്യമായിട്ട് നിങ്ങൾക്ക് ഇടങ്ങേറത്. ഉറുമ്പ് എവിടുന്നെല്ലാം വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യന്റെ കുടുംബം തകർക്കണ ഒരു രൂപം. ഞാൻ പറഞ്ഞു, അയാളെ നേരെ പടിഞ്ഞാട്ട് നിർത്തിയിട്ട് ചപ്പക്കുറ്റിക്ക് നോക്കണം, കൊടുത്ത് അടി കൊടുക്കണം എന്ന് തന്നെയാണ്. ഉറുമ്പ് ഇപ്പൊ ഇവിടുന്നാ വരുന്നത്. ഉറുമ്പ് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വന്നാലോ അതും പ്രശ്നം. ഉറുമ്പ് വരുന്ന നോക്കിയിട്ട് എങ്ങാനിപ്പോ ഈ സംഗതികൾ വിലയിരുത്താൻ കഴിയും. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ അതിൽ പെട്ടുപോയല്ലോ. ഉറുമ്പ് ഇപ്പൊ ഇപ്പുറന്നാ വരുന്നത്. ഇനി നാളെ നേരെ നിങ്ങളെ വലത്തെ ഭാഗത്താരാ സ്വന്തം അനിയനാ താമസിക്കണത്. ഈ വരുന്ന ഉറുമ്പ് നാളെ അവിടുന്ന് വന്നാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പൊ അയാൾ ഇങ്ങനെ നോക്കുക, എല്ലാ ഭാഗത്തും ഇങ്ങനെ നോക്കുക. ഈ വരുന്ന ഉറുമ്പ് ഇപ്പൊ ഇവിടുന്നല്ലേ ഉറുമ്പ് വരുന്നത്. ഞാൻ ഉറുമ്പ് വരുന്നത് കണ്ടില്ല, ഇവിടുന്നല്ലേ വരുന്നത് നിങ്ങള്. ഈ വരുന്ന ഉറുമ്പിന് നാളെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയാലോ? അതിനിപ്പോ ഇത്രത്തോനെ പണിയൊന്നുമില്ലല്ലോ. നിങ്ങളല്ലാതെ ഇതിൽ പെട്ടുപോകും. അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടേക്ക്. ഒരു ഉറുമ്പ് വരുന്ന കണ്ടിട്ടൊന്നും ഒരു അയൽവക്കം തെറ്റിക്കല്. അയാൾ നിങ്ങൾക്ക് സഹായം ചെയ്യുന്ന ആളല്ലേ? ചെയ്യുന്ന ആളാണ്. നിങ്ങൾ അങ്ങോട്ട് സഹകരിക്കുന്ന ആളല്ലേ? സഹകരിക്കുന്ന ആളാണ്. നിങ്ങളെ വീട്ടിൽ അസുഖം ഉണ്ടായപ്പോ ചികിത്സിക്കാൻ വന്നത്, നിങ്ങളെ നോക്കാൻ വന്നത് ആ വീട്ടുകാരനല്ലേ? അതെ. ഒരു റുപ്യ പ്രതിഫലം പോലും വാങ്ങാതെ 10 ദിവസങ്ങളെ വീട്ടിൽ നിങ്ങൾ ശുശ്രൂഷിച്ച ആളല്ലേ? ഇതാ പോയി മുടക്കിയത്. ആ ബന്ധം മുഴുവനും വഷളാക്കാണ്. ഒരു പ്രശ്നമില്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ആ രൂപത്തിൽ ഇരിക്കുന്നിടത്തൊക്കെ പോയിട്ട് വസ്വാസം ഉണ്ടാകാൻ നിൽക്കരുത്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ബാത്തിലാക്കാൻ ഒരാളെ പറ്റി പറയണമെങ്കിൽ വ്യക്തമായിട്ടുള്ള വിവരം കിട്ടണം. 4 നമ്പർ എഴുതിയിട്ട് ഈ നമ്പറിൽ കിട്ടുന്ന പേര്, ഏത് പേരും പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഒരു പേരാണ്, ഇങ്ങനത്തെ ഒരു പേരാ കിട്ടുന്നത്, പോക്കര് എന്നുള്ള പേരാ കിട്ടുന്നത്. പോക്കര് എന്ന് പേര് വെച്ചുകൊണ്ട് മറ്റയാൾ കുടുങ്ങിയില്ലേ? അയാൾ എന്താ ചെയ്യാ? ഈ പേരിൽ കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു പേരാണ്. ഈ പേരുള്ള അയാളാകാൻ സാധ്യതയുണ്ട്. അതെന്തേ? അയാൾ നാളെ പൊരേക്ക് ഇങ്ങനെ 2-3 വട്ടം ഓരോ കാര്യത്തിൽ ഇങ്ങനെ വന്നു. പേരന്റെ കാര്യത്തിന് പേരന്റെ വസ്വാസിന് നിൽക്കരുത് ഉമ്മമാരെ. സിഹിർ ചെയ്തു എന്ന് യഥാർത്ഥത്തിൽ മലക്കുകൾ വന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടു. ലബീദ് ബിനുൽ ആസമല്ലേ സിഹിർ ചെയ്തത്? അതെ. ലബീദ് ബിനു ആസമിന് എന്തെങ്കിലും പകരം ചെയ്യണ്ടയോ? അല്ലാഹുവിന്റെ റസൂലേ, വേണ്ട. മറ്റൊരാൾക്ക് എന്നെ കൊണ്ട് ഷർറുണ്ടാകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ രോഗം അല്ലാഹു ശിഫയാക്കി തന്നല്ലോ.
സിഹിർ ചെയ്തതിന് പകരം സിഹിർ ചെയ്യാമെന്ന് ഏതെങ്കിലും ആള് നിങ്ങളെ പഠിപ്പിച്ചാൽ സഹോദരങ്ങളെ സഹോദരിമാരെ അത് വിഡ്ഢിത്തമാണ്. സിഹിർ ചെയ്തതിന് പകരം സിഹിർ ചെയ്തുകൂടാ. ആരെങ്കിലൊക്കെ സിഹിർ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വന്നുപോയെങ്കിൽ അത് ബാത്തിലാക്കാം. ബാത്തിലാക്കാൻ വേണ്ടിയുള്ള ദിക്റുകളും ദുആകളും ആയത്തുകളും ഒക്കെ നമ്മൾ ഓതിയിട്ട് അത് ബാത്തിലാക്കേണ്ടതുപോലെ ബാത്തിലാക്കണം. ആ രൂപഭാവങ്ങളൊക്കെ സ്വീകരിക്കാം. കാണുന്നതും കേൾക്കുന്നതും മുഴുവനും അങ്ങനെയായി വിചാരിക്കരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് ആ സിഹർ മുഴുവനും ബാത്തിലാക്കി. അതേ സിഹർ ചെയ്തു വെച്ച ആളെ സിഹർ പൊളിഞ്ഞുപോയി. ജൂതന്മാരുടെ അടവ് നടന്നില്ല. എല്ലാ ശത്രുതയും മുത്തുനബി തങ്ങളെ കൊണ്ട് ചെയ്തിച്ചവരാണ് അവര്. കൊലപാതകത്തിന് ശ്രമം നടത്തി, നടന്നില്ലല്ലോ. വിഷം പുരട്ടിക്കൊടുത്തു, നടന്നില്ലല്ലോ. നടക്കാതെ വന്നപ്പോ പിന്നെ ചെയ്തൊരു പണിയാണ് സിഹിർ ചെയ്യുക എന്നൊരു പണി. ആ പണിയാണ് ഇപ്പൊ അല്ലാഹു തആല ബാത്തിലാക്കിയത്. ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇറക്കലോടെ 11 കെട്ടുകളും പൊളിഞ്ഞുപോയി, മുഴുവനും ബാത്തിലായി പോയി. അന്നും ഇന്നും ഉള്ള എല്ലാ സിഹ്റുകാർക്കും കാവല് തന്നെയാണ്. വമിൻ ശർറിൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്ന ഏതെല്ലാം ആളുകളുണ്ടോ പറ്റാത്ത അർഹമല്ലാത്ത മന്ത്രങ്ങൾ, അവരുടെ എല്ലാ ദുശ്ചെയ്തിയിൽ നിന്നും ദുർമന്ത്രങ്ങളിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികളായ ജൂതന്മാര് അവരുടെ അടവ് മുഴുവനും പയറ്റിയിട്ട് അത് തെളിയാതെ തോറ്റുപോയതാണ്. സഹോദരങ്ങളെ, സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയ ഈ 2 സൂറത്തുകളും വളരെ മുഖ്യമായ സംഗതി തന്നെയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും ആശ്വാസമല്ലേ കിട്ടിയത്. അതേ, തങ്ങൾക്ക് വലിയ ഉന്മേഷവും ആവേശവും കിട്ടി. സിഹ്ർ ചെയ്യാനോ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ അതിനെന്തെങ്കിലും കൊടുക്കാനോ ഒന്നിനും ശ്രമിക്കരുത്. അത് ഹറാമാണെന്ന് മാത്രമല്ല, വൻകുറ്റവുമാണ്. തൗബയില്ലാതെ അല്ലാഹു പൊറുക്കാത്ത വലിയ ദോഷങ്ങളിൽ പെട്ടതാണ് സിഹ്ർ. സിഹ്ർ ചെയ്തേക്കരുത്, ചെയ്യിപ്പിക്കരുത്, ചെയ്യാൻ വേണ്ടി സഹായങ്ങളും കൊടുത്തേക്കരുത്. അതിന് തന്നെ ഇരിക്കുന്ന, അതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുന്ന, ഒപ്പിച്ച് നടത്തുന്ന ആളുകളുണ്ടാകും. ആ വലയിലൊന്നും പോയി വീഴരുത് എന്ന് സാന്ദർഭികമായി ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അവസാനത്തെ 3ാമത്തൊരു കാവലും കൂടിയുണ്ട്. അതൊരു ചെറിയ കാവലല്ല കേട്ടോ. ചോദിച്ചതിൽ ഏറ്റവും വലിയ ഡേഞ്ചറാണ് എന്ന് തോന്നിപ്പോകും. അസൂയക്കാരന്റെ കെടുതിയിൽ നിന്ന്, അവൻ അസൂയ വെച്ചാലുള്ള ഷർറിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അസൂയാലുവിന്റെ അസൂയ അത് വലിയൊരു രോഗമാണ്, വലിയൊരു ഇടങ്ങേറാണ്. അതുകൊണ്ട് എന്തും സംഭവിച്ചേക്കാം, എന്ത് നിയമത്തുകളും തകർന്നു പോയേക്കാം. ആ അസൂയയിൽ നിന്നാണ് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോൾ വരുന്ന ഷർറ് ചെറുതല്ല, അത് വലുതാണ്. ഹസദ് എന്ന് പറയുന്ന രോഗം പിടിപെട്ടാൽ തന്നെ വല്ലാത്തൊരു രോഗം തന്നെയല്ലേ. ഖൽബിന് ഹസദ് പിടിപെട്ടാൽ പിന്നെ എത്ര മൊഞ്ചു കൂടിയിട്ടും കാര്യമില്ല സഹോദരങ്ങളെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു നിഅമത്ത് കൊടുത്തു. അത് ദീനിയാകട്ടെ, ദുന്യവിയാകട്ടെ, ഉഖ്റവിയായ നിഅമത്താകട്ടെ, അതിൽ അൽഹംദുലില്ലാഹ്, അത് സമ്മതിക്കാനും അതിൽ സന്തോഷിക്കാനും അതിൽ ഖൈറ് പറയാനും അതിനാണൊരു മുഅ്മിനായ മനുഷ്യന് മനസ്സുണ്ടാകേണ്ടത്. അത് ദുന്യവിയായ നിയമത്തുണ്ടാകും, അത് കണ്ട് അതിശയിച്ചിട്ട് അത്ഭുതപ്പെട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഇടങ്ങേറാക്കരുത്. അതുപോലെ തന്നെ ഉഖ്റവിയായ നിയമത്തും അല്ലാഹു തആല നൽകും, അതിലും അതുകൊണ്ടിട്ട് ഇടങ്ങേറുണ്ടാക്കരുത്. ജൂതന്മാർക്കുണ്ടായ ഒരു രോഗമാണത് ഹസദ് എന്ന രോഗം. ആ രോഗം മൂർജിച്ചത് കൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വിശ്വസിക്കാതിരുന്നത്. നബിയാണ് എന്ന് അറിയാഞ്ഞിട്ടാണോ? അല്ല. ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ടൊരു വിഭാഗം തന്നെ വന്ന് പറഞ്ഞില്ലേ, അവസാനത്തെ നബി ഞങ്ങളിൽ നിന്ന് വരുമെന്നിങ്ങനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരിക്കാണ്. അപ്പോഴാണ് അറബികളിൽ നിന്ന് അവസാനത്തെ നബി വന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കും കൂടി റസൂലല്ലേ എന്ന് ചോദിക്കുമ്പോ ജൂതന്മാര് പറയും റസൂലുൽ ഉമ്മിയീൻ, മക്കയിലുള്ള അറബികൾക്ക് വന്ന റസൂലാണ്, ഞങ്ങൾക്കുള്ള റസൂലല്ല. റസൂലല്ല എന്ന് അറിയാഞ്ഞിട്ടാ, അല്ലെങ്കിൽ മൂജിദത്ത് വല്ലതും കാണാഞ്ഞിട്ടോ ബോധ്യപ്പെടാഞ്ഞിട്ടോ ആണോ? അല്ല, അവരുടെ ഹസദ് കൊണ്ട് അവർക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. ആ അസൂയ എങ്ങനെ മൂർജിച്ച് വന്നിട്ടാണ് ആളുകൾ വിശുദ്ധ ദീനിന്റെ മഹത്വം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുമ്പോഴൊക്കെ ഹസദ് കൂടുകയാണ്. അങ്ങനെ കൂടുമ്പോഴൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓരോന്നും ഓരോ ടൈമിലും ചെയ്യാണ്. എത്ര പെട്ടെന്നാണ് ഖൈബർ ഫത്ഹായത്. ആ ഖൈബർ ഫത്ഹായതിലെ രോഷം തീർക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഒരു സദ്യ അവിടെ സംഘടിപ്പിച്ചത്, ഭക്ഷണം ഒരുക്കിയിട്ട്. ആ ഭക്ഷണം ഇങ്ങനെ തീന്മേശയിൽ ഇങ്ങനെ വിളമ്പ് റെഡിയാക്കി വെച്ചു. 1 നമ്പർ ആട്ടിറച്ചിയല്ലേ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ച് തൊട്ടതിന് ശേഷമേ സ്വഹാബത്തൊക്കെ തൊടുള്ളൂ. തങ്ങൾ കയ്യിലേക്ക് ഇങ്ങനെ ഒരു പിടി എടുത്തപ്പോഴേക്ക് തന്നെ സ്വഹാബത്തിനോട് പറഞ്ഞു ആരും കഴിക്കരുത്. തങ്ങൾ തുടങ്ങിയല്ലോ എന്ന രീതിയിൽ ഒരു സ്വഹാബി അല്പം വായിലേക്കിട്ട് ആരംഭിച്ചപ്പോഴേക്ക് അത് ഉള്ളിലേക്ക് വലിഞ്ഞു. ഒരു സ്വഹാബി ദാരുണമായി മരണപ്പെട്ടുപോയി. ആ മരണപ്പെട്ടതിന്റെ പേരിൽ വിഷം പുരട്ടിയ ആ പെണ്ണിന്, ആ ആണിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ ഖിസാസ് നൽകി. വിഷം പുരട്ടിയ പാചകം ചെയ്ത പെണ്ണിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ മാംസം ആരാ പാചകം ചെയ്തത്? അപ്പൊ ആ പെണ്ണ് വന്നു, മാംസം ഉണ്ടാക്കി റെഡിയാക്കി വേവിച്ച പെണ്ണ് വന്നു. ആ പെണ്ണിനോട് ചോദിച്ചു, നീ എന്തിനാ അതിൽ വിഷം ചേർത്തെന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണിന്റെ മറുപടി എന്താന്ന് പറയാ, ജൂതന്മാര് പറയാൻ പറഞ്ഞു കൊടുത്ത മറുപടി, ഇൻകുന്ത നബിയൻ ലാ യദുറുക, നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങൾക്ക് വിഷം ഏൽക്കൂല, നിങ്ങൾക്കറിയാം. പരിശോധനക്ക് ടെസ്റ്റ് ഡോസിന് അത് പരിപാടി. നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങൾക്ക് വിഷം ഏൽക്കൂല. വൈൻകുന്ത റജുലൻ ഗൈറഹു, നബിയല്ലാത്ത ആളാണെങ്കിലോ വൈൻകുന്ത റജുലൻ മുതഖവ്വിലൻ ഫയസ്തരിഹുൻ നാസു മിൻക, നിങ്ങൾ നബിയല്ലെങ്കിൽ പിന്നെ ആളുകൾ നിങ്ങളെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ അങ്ങ് മരിച്ചുപോയ ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ. അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്നും പ്രതികാരം ചെയ്തില്ല. പക്ഷേ വിഷാംശമുള്ള ഭക്ഷണം കഴിച്ചിട്ടൊരു സ്വഹാബി ദാരുണമായി മരണപ്പെട്ടപ്പോ അതിന്റെ പേരിൽ അവിടെ ഖിസാസ് നടപ്പിലാക്കുകയുണ്ടായി. അത്രയും ഉഗ്രൻ വിഷമാണ് സഹോദരങ്ങളെ ഭക്ഷണത്തിൽ പുരട്ടിയിട്ട് ആട്ടിറച്ചി വേവിച്ചു കൊടുത്തിരിക്കുന്നത്. നഊദു ബില്ലാഹ്. ഹസദ് എന്ന് പറയുന്ന രോഗത്തിന്റെ മൂർച്ചയാണത്, ചെറിയ രോഗമല്ലത്. അവ്വലു ദംബിൻ ഫിസ്സഫി അഹ്ലിസ് സമാ, ആകാശവാസികളിൽ ആദ്യം ഉണ്ടായ രോഗം അത് ഹസദ് എന്ന രോഗമാണ്. ഹസദ് എന്ന രോഗമല്ലേ ആദ്യമുണ്ടായത്. അബൂന അബുൽ അശ്ർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയോടും അവരങ്ങനെ സ്വർഗത്തിൽ താമസിക്കുമ്പോ അത് കണ്ട് സഹിക്കാത്തത് കൊണ്ടല്ലേ ഇപ്പുറത്തുനിന്ന് ഇബ്ലീസിനെ ഹസദ് മൂർജിച്ചിട്ടവൻ പണിയെടുത്തത്. ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ലാ, കാലകാലം നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിയണോ, നഷ്ടപ്പെടാത്ത രീതിയിലുള്ള അധികാരം നിങ്ങൾക്ക് വേണോ, അതിന് ഒരു മരം കാണിച്ചു തരാം. ആ മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ച് നിങ്ങളങ്ങ് ഭക്ഷിച്ചാൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇവിടെ കൂടാം, ഒരിക്കലും പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്നും പറഞ്ഞ് അവനൊരു പണിയെടുത്തത് ഹസദിന്റെ പണിയാണ്. ജിബ്രീൽ അലൈഹി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാം കാരണമല്ലേ ഞാൻ അവിടെ നിന്ന് പോരേണ്ടി വന്നത്, എന്നാൽ ഇനി അവരും അവിടെ നിൽക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് ഇബ്ലീസിനൊരു തോന്നല് തോന്നി. അവന്റെ മനസ്സിൽ വന്ന ഹസദ് അതങ്ങ് മൂർച്ചയോടുകൂടെ പെരുമാറിയിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും അവിടുന്ന് തുരത്തിക്കാനും പുറപ്പെടിക്കാനും വല്ലാത്ത പരിശ്രമം നടത്തി. ചെറിയ പരിശ്രമമല്ല ശത്രു നടത്തിയത്. ശത്രുതയ്ക്ക് ഏറ്റവും മൂർച്ച കൂടാനുള്ള കാരണം ഹസദ് തന്നെയാണ്.
ഭൂമി ലോകത്തും ആദ്യം ഉണ്ടായ രോഗം ഹസദെന്ന രോഗമാണ്. അതിലല്ലേ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം എത്ര ഉപദേശങ്ങൾ മക്കളോട് നൽകിയിരുന്നു. മഹാനവർകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ മക്കയിലേക്ക് നീങ്ങിയ ഘട്ടം നോക്കിയല്ലേ ഹാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തിയത്. കാരണം ഹസദല്ലയോ? സൗന്ദര്യത്തിന്റെ പേരിൽ വന്ന ഹസദ്, അതേ അതൊരു പകയായി ഇങ്ങനെ വികസിച്ച് വന്ന് സ്വന്തം സഹോദരനെ ജീവൻ പോകുന്ന തരത്തില് അക്രമങ്ങളും മർദ്ദനങ്ങളും വരുത്തിയിട്ട് കൊലപ്പെടുത്തിയില്ലയോ? ഭൂമിയിൽ ആദ്യം ഉണ്ടായ രോഗം അതാണ് ഹസദ് എന്ന രോഗം. അത് വല്ലാതെ സൂക്ഷിക്കേണ്ട ഒരു രോഗമാണ്. പല ശത്രുതകളും ഒരുപക്ഷെ മാറിയേക്കും. മഹാന്മാര് പറഞ്ഞു, കുല്ലുൽ അദാവതിക തുർജാ ഇസാലതുഹാ ഇല്ലാ അദാവത മൻ അദാക ബിൽ ഹസദി. എല്ലാ ശത്രുതയും നീങ്ങിയേക്കാം. ഹസദ് മുഖേനയാണോ ശത്രുത വെക്കുന്നത്, അത് നീങ്ങിപ്പോകൂല. ഹസദ് മുഖേനയാണോ നിനക്കൊരാൾ എതിരാളിയായത്, ആ പക എപ്പോഴും ഉണ്ടാകും. അയാൾ മരിക്കണത് വരെ ഉണ്ടാകും ആ പക. അതെത്ര മൂർച്ചുള്ളതാണെന്നറിയോ നിങ്ങൾക്ക്? നാളെ നരകത്തിലേക്ക് പറയാൻ ഇപ്പൊ സമയമല്ല. നാളെ നരകത്തിലേക്ക് ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന കുറച്ച് വിഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്കല്ല, ഹിസാബില്ലാതെ നരകത്തിലേക്ക്. വിചാരണ ഒന്നുമില്ലാതെ നേരത്തെ തന്നെ നരകത്തിലേക്ക്. ഓൾറെഡി വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്ന കുറെ ആൾക്കാരില്ലേ? ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. നരകത്തിൽ പോകുന്ന കുറച്ച് വിഭാഗമുണ്ട്. ഒരു ഹദീത്തിൽ പഠിപ്പിക്കുന്നതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പോകുന്നുണ്ട് ഒരു വിചാരണയില്ലാതെ നരകത്തിലേക്ക്. ഇതിന്റെ കാരണം ബിൽ ഹസദി, ഹസദാണ് കാരണം. അത്രയും മൂർച്ചുള്ള രോഗമാണ്. നിങ്ങൾ നോക്ക്, അവരെ ഇൽമ്, അവർ പഠിച്ചു വച്ച ഇൽമിനെയും അമലിനെയും ഒക്കെ നിഷ്ഫലമാക്കി നിഷ്പ്രഭമാക്കുന്ന രൂപത്തിൽ ഈ ഹസദ് കത്തിജ്വലിച്ചുവെങ്കിൽ എത്ര മൂർച്ചയാണ് അതിനുള്ളത്. ഒരു ഹിസാബില്ലാതെ, ഒരു ഏടുമില്ലാതെ, ഒന്നുമില്ലാതെ ഡയറക്റ്റ് നരകത്തിലേക്ക്. ഹസദാ കാരണം. ഹസദ് ഇങ്ങനെ മൂർജിച്ച് വന്നിട്ടല്ലേ. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ആലിമ് ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പെട്ടെന്ന് മൗത്താക്കണേ എന്ന് ദ്വാരുന്നത്. ഒരു സദസ്സ് കെട്ടിയിട്ട് ജനങ്ങളെ മുന്നിൽ വെച്ച് ദ്വാരുന്നു, അല്ലാഹുവേ ഷാഫി ഇമാം തങ്ങളെ പെട്ടെന്ന് മൗത്താക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമു പോയി പോകും. ഷാഫി ഇമാം തങ്ങളോട് ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് മറ്റാൾ അവിടുന്ന് ദ്വാരക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞു, സാരല്ല, മരിക്കാൻ വേണ്ടിയല്ലേ ദ്വാരക്കണത്, അതിൽ പ്രശ്നമാക്കണ്ട. കാരണം മരണം എനിക്ക് മാത്രമല്ലല്ലോ, ആണോ? ദ്വാരക്കണ ആൾക്കും മരണല്ലേ ഉണ്ടല്ലോ, അതുകൊണ്ടൊരു പ്രശ്നമാക്കണ്ട, അയാൾ ദ്വാരുന്നോട്ടെ. ചില ആളുകളൊക്കെ ഞാൻ മരിക്കണമെന്ന് കൊതിച്ചു, ആഗ്രഹിച്ചു പോയി. പക്ഷേ എനിക്കതിൽ പ്രശ്നമില്ല. മരണം ഞാൻ മാത്രം പോകുന്നൊരു വഴിയല്ലല്ലോ. ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു സംവിധാനിച്ചതല്ലേ മരണം. ആഗ്രഹിച്ചവരും മരിക്കുമല്ലോ, ഞാൻ മാത്രമല്ലല്ലോ മരിക്കുക. സഹോദരങ്ങളെ, എന്തിനാണ് ഇങ്ങനെ ഹസദ് കൂടുന്നത്? ഹസദ് കൂടിയിട്ട് ചില ആളുകൾക്ക് ചില ആളുകളോട് മിണ്ടാനൊക്കെ വെറുപ്പാണ്. ഹസദ് വേണ്ട, ഹസദ് എന്ന രോഗം വേണ്ട. അള്ളാഹുവാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കൊടുക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ചിത്രങ്ങൾ ചിന്തിച്ചാൽ തന്നെ ഒരു വാപ്പാന്റെ 4 മക്കളെ ഒന്ന് കൂട്ടി നോക്കൂ. എല്ലാ മക്കളും ഒരുപോലെയാണോ? അല്ല. ഓരോ മക്കളും വ്യത്യസ്ത രൂപത്തിലാണ്. കഴിവ് തന്നെ വ്യത്യസ്ത കഴിവാണ്. സംവിധാനങ്ങൾ നൽകിയത് അല്ലാഹുവല്ലേ, അല്ലാഹുവാണ്. അതങ്ങ് സമ്മതിച്ച് സ്വീകരിക്കുന്നതിന് മനസ്സ് വിശാലമായി കിട്ടിയാൽ ഒരു പ്രശ്നവും ഇല്ല. ഒരേ
അധ്വാനങ്ങൾ അധ്വാനിച്ചവർക്കും ഫലങ്ങൾ കിട്ടുന്നത് ഒരു പക്ഷേ വിവിധ രൂപത്തിലായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. ചില ആളുകൾ 10 വർഷം കൊണ്ട് ചില സമ്പാദ്യങ്ങൾ വലിയ തൗഫീഖ് കൊണ്ട് വലിയ രൂപത്തിലേക്ക് അവർ വികസിപ്പിക്കുന്നു. ചിലരാ 10 വർഷമല്ല 25 വർഷമായിട്ടും ആ രൂപത്തിലേക്ക് എത്തുന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം തന്നെയല്ലേ? അള്ളാഹുവിന്റെ തീരുമാനം തന്നെയാണ്. അതിലാർക്കും ആരോടും ഒരു കണ്ണുകടിയോ ഒരു ഹസദോ ഒരു പോരോ ഒരു കിബറോ ഒന്നും തോന്നേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് അതൊക്കെ ചെയ്തത്. കണ്ടില്ലേ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റു അമ്പിയാക്കൾക്കൊന്നും കൊടുക്കാത്ത മഹത്വങ്ങളൊക്കെ കൊടുത്തതിനെ പറ്റി അള്ളാഹു പറഞ്ഞില്ലേ? വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. എല്ലാവർക്കും ഒരേ പദവിയല്ല, എല്ലാവർക്കും ഒരേ സ്ഥാനമല്ല, വ്യത്യസ്ത സ്ഥാനങ്ങളല്ലേ കൊടുത്തത്. മുർസലുകൾക്ക് ഇടയിൽ തന്നെ എല്ലാവർക്കും ഒരേ ദർജയല്ലല്ലോ, അല്ല. എല്ലാവർക്കും ഒരേ സ്ഥാനമല്ലല്ലോ, അല്ല. എല്ലാവർക്കും ഒരേ അടുപ്പമല്ലല്ലോ അള്ളാഹുവിനോ നൽകിയത്, അല്ല. ഭൗതിക ലോകത്ത് തന്നെ ജനങ്ങൾക്കിടയിൽ വ്യത്യസ്ത ജീവിത മാർഗങ്ങളല്ലേ കൊടുത്തത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ജീവിത നിലവാരം എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. ചിലര് കർഷകരാണ്, ചിലര് കച്ചവടക്കാരാണ്, ചിലര് മറ്റു ചില ബിസിനസ്സുകാരാണ്. എല്ലാവർക്കും ഒരേ രൂപഭാവങ്ങളും സംവിധാനങ്ങളും വരുമാനങ്ങളുമല്ല, വ്യത്യസ്ത രൂപമാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന റഹ്മത്തിൽ അംഗീകരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു അല്ലേ കൊടുത്തത്. നമുക്കതിൽ യാതൊന്നും പറയാനില്ല, എതിർപ്പും പറയാനില്ല, ഒന്നും പറയാനില്ല. നമ്മളത് സമ്മതിക്കണ്ടേ? ആ രൂപത്തിൽ നല്ല നല്ല മനസ്സിന്റെ ഉടമകളാകണം. ഹസദ് മൂമിനായ മനുഷ്യന് പറ്റിയ രോഗം അല്ല. ഹസദ് മൂർജിച്ച് വരുന്ന ആൾക്ക് അയാളെ ഹസനാത്തുകളൊന്നും കാണാനുണ്ടാകൂല. അൽ ഹസദു യഅ്കുലുൽ ഹസനാത്തി. നമ്മൾ പണ്ടേ പഠിച്ച ഹദീഥല്ലേ, മദ്രസയിൽ നിന്ന് തന്നെ ഓതി പഠിക്കുന്ന ഹദീത്താണ്. അസൂയ നന്മകളെ കാർന്നു തിന്നും. കമാ തഅ്കുലുൻ നാറുൽ ഹതബ്. തീ വിറകിനെ തിന്നും പോലെ. ഹസദ് വേണ്ട. ഖൽബ് നന്നാക്കുക. ഖൽബിന് പിടിപെടാതെ സൂക്ഷിക്കേണ്ട രോഗമാണ്. രോഗങ്ങളെ കൂട്ടത്തിൽ ഹസദ് എന്ന രോഗത്തിൽ നിന്ന് കാവൽ ചോദിച്ചുവെങ്കിൽ ഹസദിന്റെ തീവ്രതയും അതിന്റെ കെടുതിയും അതിന്റെ ഷർറും അത്ര മൂർച്ച കൂടിയതാ. ഹസദ് തീവ്രതയിൽ കൂടിയാൽ എന്തും ചെയ്യാനൊരാളുള്ളൂ. ഹസദിന്റെ മൂർച്ച കൂടിയിട്ടാണ് കൊലപാതകങ്ങൾ നടന്നത്. ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകം അതിന്റെ പേരിലാണ്, ളുൽമും അതിന്റെ പേരിലാണ്. അത് നമ്മൾ മറക്കരുത്. ആകാശലോകത്തെയും ആദ്യത്തെ ദമ്പും അത് തന്നെയാണ്. അതുകൊണ്ട് ഭാരിച്ചൊരു രോഗമാണത്. അത് പിടിപെടാതെ ഏതെങ്കിലും ആളുകൾക്ക് പിടിപെട്ടെങ്കിൽ അതിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുമ്പോൾ അവരെ കൽബും കൂടി അള്ളാഹു നന്നായി കൊടുത്തോട്ടെ എന്ന് എഴുതിയിട്ടാണ്. നല്ല കൽബുള്ളവരാവുക. അള്ളാഹു തആല നൽകിയതിനെ പറ്റിയിട്ട്, ഒരാൾക്കും നൽകിയതിനെ പറ്റിയിട്ട് ഒരു കേടും ഒരു വിഷമവും തോന്നാതെ നല്ല മനസ്ഥിതി മാത്രം തോന്നി, ഏതൊരാളെ കുറിച്ചും നല്ല ഭാവന മാത്രം തോന്നിയിട്ട് നല്ല മനസ്സുള്ളവരായി ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. 10 കൊല്ലം ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം അതാണ്. അനസേ, ഇദാ അസ്ബഹത വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദ് വഇദാ അംസൈത വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദ് ഫഫഅൽ. രാവിലെയായി വൈകുന്നേരമാകുന്നത് വരെ, വൈകുന്നേരമായി രാവിലെയാകുന്നത് വരെ വ്യത്യസ്ത ആളുകളോട് നീ ഇടപഴകും. വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദ്. ഒരാളോടും നിന്റെ കൽബിൽ ഒരു പകയുമില്ല, ഒരു വിദ്വേഷവുമില്ല, ഒരു ദേഷ്യവുമില്ല, ഒന്നുമില്ല. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അനസേ ഫഇന്നഹു മിൻ സുന്നത്തി. അതെന്റെ ചര്യയിൽ, എന്റെ മാതൃകയിൽപ്പെട്ടതാണ്. എന്റെ ആ മാതൃക പിൻപറ്റി നീ ജീവിക്കുമ്പോൾ എന്നോടൊപ്പം സ്വർഗത്തിലെത്താൻ കഴിയും. നല്ല തെളിച്ചമാർന്ന മനസ്സ് കൊണ്ടു നടക്കണമെന്നാണ് അരുമശിഷ്യൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശത്തിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സൂറത്തിന്റെ ചെറിയൊരു വ്യാഖ്യാനം ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും പരിശുദ്ധ ഖുർആൻ നന്നായി ഓതുകയും നന്നായി പഠിക്കുകയും അതിന് അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും അത് കൂടുതൽ ഖത്മു തീർക്കാനും ഖുർആൻ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനും നമ്മെ എല്ലാവരെയും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒന്നേ നേറ്റ്